أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن الرحمة لا تنزل على قوم وفيهم قاطئ رحم كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واسمع لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير. ثم الرضا النبي بكر والنمر وأن علي وأن عثمان
ذي الكرم مولاي صل وسلم سعد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكرم مولاي صل وسلم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അഹ്ലുബൈത്തിന്റെ പ്രകാശഗോപുരമായി കേരളത്തിൽ നിലകൊള്ളുന്ന കൊടപ്പനയ്ക്കൽ തറവാട്ട് അഥവാ പാണക്കാട് കുടുംബത്തിലെ SKSSFന്റെ പുതിയ ആവേശവും ഉണർവും ഉന്മേഷവുമൊക്കെ ഏറ്റവുമധികം പ്രതീക്ഷയോടുകൂടി നാം നോക്കിക്കാണുന്ന ബഹുമാനിനും ആദരവുമായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, അല്ലൈനിലെ സയ്യിദ് പൂക്കോയ തങ്ങൾ, MB മമ്മിക്കുട്ടി മുസ്ലിയാർ, ഒളവട്ടൂരിലെ സയ്യിദ് അവർകൾ, SKSSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന ഈ നാടിന്റെ ദീനീ പ്രവർത്തകരുടെയും ഒക്കെ ആവേശമായി മാറിയ മറ്റ് പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, സമസ്തയെ നെഞ്ചിലേറ്റ് ജീവിക്കുന്ന SKSSFന്റെ കർമ്മോത്സുകരും പ്രവർത്തന നിരതരുമായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുന്നി സെന്ററിന്റെയും ഇസ്ലാമിക് സെന്ററിന്റെയും KMCCയുടെയും എല്ലാം ഈ 10ാമത് വാർഷിക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രോഗ്രാമുകളോടും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുബായിൽ നിന്ന് വന്ന SKSSFന്റെ അവിടുത്തെ നാളത്തെ പ്രോഗ്രാമിന്റെ പ്രിയപ്പെട്ട സംഘാടക സമിതിയിലെ സഹോദരങ്ങളെ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ സ്വന്തം കുടുംബത്തിന്റെ കഷ്ടപ്പാടും പട്ടിണിയും പ്രയാസവും മാറ്റിക്കൊടുക്കുന്നതിനു വേണ്ടി എല്ലാം മറന്ന് ഒറ്റയാൽ പോരാട്ടം നടത്തുന്ന ഒരു പ്രവാസിയായി ഒരു കുടുംബത്തിന്റെ ഭാരവും സങ്കടവും മുഴുവനും തലയിലേറ്റി ഒരു തണൽ മരമായി വളർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ പ്രവാസി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയുള്ള പ്രിയപ്പെട്ട ഭരണാധികാരികൾക്ക് അല്ലാഹു നിഅമത്തും റഹ്മത്തും ബറക്കത്തും ഒക്കെ അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ നാടിന് എവിടെയാണോ തകരാറ് സംഭവിക്കുന്നത് അത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇവിടെ കഴിയുന്ന, പ്രതീക്ഷയോടുകൂടി കഴിയുന്ന ഈ മണ്ണിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരു പ്രത്യാശയുടെ കിരണങ്ങളായി മാറാൻ ഈ ഭരണാധികാരികൾക്ക് അല്ലാഹു സൗഭാഗ്യം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ എന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, SKSSFന്റെ 10ാമത് വാർഷികത്തിന്റെ സമ്മേളനവും അതിന്റെ ആനന്ദവും ആഘോഷവും ഒക്കെ സമാപിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. വലിയ പദ്ധതികളാണ് ഇതുവരെ സമസ്തയുടെ ഒരു പോഷക ഘടകങ്ങളും ചെയ്തിട്ടില്ലാത്ത വലിയ പദ്ധതിക്ക് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയ പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകർ അല്ലാഹു ആർജവം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലുള്ള ഒരുപാട് പ്രത്യേകതകൾപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. പാണക്കാട് തങ്ങന്മാരിൽ ഒരു തങ്ങൾക്കുമില്ലാത്ത ഒരു വലിയ പ്രത്യേകത നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി തങ്ങൾക്കുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വിസ് പ്രോഗ്രാം ഒന്നും നടത്തുന്നില്ല.
പക്ഷെ അത് ഞാൻ തന്നെ കണ്ടെത്തിയ എൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് മജ്‌ലിസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരലുണ്ട്. അവിടെ വരുമ്പോഴൊക്കെ പൊതുവിൽ ആളുകൾ പറയുന്ന, തങ്ങളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ബാക്കിയുള്ള ചില ആളുകളെ പോലെ എന്തെങ്കിലും നമ്മൾ രണ്ട് മദ്ഹ് പറഞ്ഞത് കൊണ്ട് അങ്ങ് പൊങ്ങുന്ന ആളും താരുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഒരു ബറക്കത്ത് അള്ളാഹു പാണക്കാട് കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആ ഗുരുത്വം പൊരുത്തവും നിലനിർത്തി തരട്ടെ. അപ്പോ എന്താണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സദസ്സിലൊക്കെ പൊതുജനങ്ങളുടെ വർത്തമാനം വളരെ അടുത്തിരുന്ന് കേട്ട ഒരു സഹോദരനാണ് ഞാൻ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം സാധാരണ തങ്ങന്മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ സദസ്സിന് വേണ്ടി, അത് സംഘടിപ്പിച്ചവർക്ക് വേണ്ടി, ആ നാട്ടിനു വേണ്ടി, അവിടെ വന്നവർക്ക് വേണ്ടി ഒരു നീണ്ട ദുആ നടത്തലുണ്ട്. അത് അൽഹംദുലില്ലാ ഈ തിരക്കിട്ട സമയത്ത് ഇവിടെയും നടത്തി. അള്ളാഹു അത് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ബാക്കിയുള്ളവരൊക്കെ മോശമെന്നല്ല, എല്ലാവരും അൽഹംദുലില്ലാ പ്രകാശ ഗോപുരങ്ങളാണ്. ഉദ്ഘാടനം ചെയ്ത് അവർ ചെറിയൊരു ദുആ ചെയ്യും. പക്ഷേ എന്തെന്നറിയില്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കുറച്ചു കൂടുതൽ ആ ദുആയിൽ ഒരു താല്പര്യം കാണിക്കലുണ്ട്. ആ ദുആ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി കണ്ണുകൾ അടച്ചിരുന്ന് ആമീൻ പറയുന്നവരുണ്ട്, കണ്ണ് നിറച്ച് ആമീൻ പറയുന്നവരുണ്ട്. അള്ളാഹു ആ സയ്യിദ് അവർകളുടെ ഇന്നത്തെ ദുആ സ്വീകരിച്ച് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി പരമാധികാരിയായ പടച്ചതമ്പുരാൻ ഒരു നല്ല ജീവിതം, സമാധാനമുള്ള ജീവിതം, പ്രതീക്ഷയോടുകൂടി നമ്മളെ നോക്കിക്കഴിയുന്ന മക്കൾക്ക് ഒരാശ്വാസം കൊടുക്കുന്ന ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രധാനപ്പെട്ട രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇന്നത്തെ പ്രസംഗത്തിൽ ന്യൂ ഇയറിനെ കുറിച്ച് ഒന്നും പറയില്ല. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. കാരണം നമുക്ക് ന്യൂ ഇയർ ഇല്ല എന്ന ഒരു രീതിയിലേക്കാണ് ഉസ്താദന്മാർ ഇപ്പോൾ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ട. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ചില ചർച്ചകളുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അകലുന്ന ബന്ധങ്ങൾ എന്നതാണ്. ഗൾഫുകാർ ഏറ്റവും അധികം പെട്ടുപോകുന്ന ഒരു വലിയ ചതിക്കുഴിയാണത്. അത് ചർച്ച ചെയ്ത് അതിനൊരു വലിയ മാറ്റമുണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ത്യാഗങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. ആമുഖങ്ങളൊക്കെ ഒഴിവാക്കി എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, മലക്കുകളുടെ കൂട്ടത്തിൽ പേര് കേട്ടാൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു മലക്കാണ്, മനസ്സിൽ ഒരു ഭയം വരുന്ന ഒരു മലക്കാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. വേറെ ഏതൊരു മലക്കിന്റെ പേര് കേട്ടാലും മനസ്സിന്റെ അകത്ത് ഇത്രത്തോളം ഒരു വലിയ ഭയം വരില്ല. എന്തുകൊണ്ട്? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിനോട്, മക്കളോട്, നമ്മുടെ ബന്ധങ്ങളോട്, നമ്മുടെ സ്വത്തിനോട്, നമ്മുടെ ഇടപെടലുകളോട്, സർവ്വതിനോടും വിട പറഞ്ഞിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതം പൂർത്തിയായാലും ഇല്ലെങ്കിലും അസ്റായീൽ വരുന്നതാണ് ഒരു പൂർത്തീകരണം. അതോടുകൂടി നമ്മുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കേവലം സാധാരണക്കാരായ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം റൂഹ് പിരിയുന്ന സമയത്തല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ റൂഹ് പിരിയുന്ന സമയം നമ്മുടെ കാൽപ്പാരത്തിന്റെ വിരലിന്റെ അഗ്രം മുതൽ റൂഹ് പിടിച്ചു തുടങ്ങി നമ്മുടെ രണ്ട് കണ്ണുകളിലൂടെ ആ ആത്മാവിനെ വലിച്ചൂരിയെടുക്കുന്ന സമയം, തീപാറുന്ന കണ്ണുകളുടെ ഏറ്റവും വലിയ ഘോര ശബ്ദത്തോടെ കടന്നു വരുന്നവർ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന പോലെ ഒരു ഭയാനകരമായ രൂപമായിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അല്ലെങ്കിൽ ഒരു സുന്ദരമായ രൂപമായിട്ട് അസ്റായീലിനെ എന്തായാലും രണ്ടിൽ ഒരു രൂപത്തിലും ഭാവത്തിലും നാം അവസാനം കണ്ടിരിക്കും. എന്നാൽ പ്രവാചകന്മാരങ്ങനെയല്ല. അവർ മരിക്കുന്ന സമയത്ത് മാത്രമായിരുന്നില്ല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിരുന്നത്. എത്രയോ പ്രവാചകന്മാർ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പേ, മരണത്തിന് മുമ്പേ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച, അസ്റായീലിനെ എന്തിനാണ് ഇപ്പോഴും വന്നത്? എന്റെ റൂഹ് പിടിക്കാൻ സമയമായോ? അസ്റായീൽ പറഞ്ഞ, നബിയെ, സമയമായില്ലെങ്കിലും നിങ്ങൾക്കതിന്റെ പൂർണ്ണമായ അടയാളങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ നരയ്ക്കുന്നത്, നിങ്ങളുടെ മുതുകൽ വളയുന്നത്, നിങ്ങൾക്ക് കാഴ്ച കുറയുന്നത്, നിങ്ങൾക്ക് കേൾവി കുറയുന്നത്, അതൊക്കെ നിങ്ങളുടെ മരണത്തിന്റെ അടയാളമാണ് എന്ന് നിങ്ങൾ മുന്നറിയിപ്പ് തരാൻ വന്നതാണ് എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാചകന്മാരുടെ മുന്നിൽ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചില ചർച്ചകൾക്ക് വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതായിട്ട് നമുക്ക്
ചരിത്ര കിതാബുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാം വന്നു. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം ചരിത്രത്തിന്റെ താളുകളിൽ ഒരുപാട് ഗുണപാഠം ആ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അസ്റായിൽ അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. എന്നിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു രഹസ്യ വിവരം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ, നിങ്ങളത് പുറത്തു പറയാൻ പാടില്ല. അതീവ രഹസ്യമായ ഒരു വിവരം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്, ഒരിക്കലും നിങ്ങളത് പുറത്തു പറയാൻ പാടില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇന്നു മുതൽ 6 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 7ാമത്തെ ദിവസം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് പറയുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാമിന് സങ്കടമായി. ആ പ്രിയപ്പെട്ട യുവാവിന്റെ മുഖത്തേക്ക് പല പ്രാവശ്യം നോക്കി, പക്ഷെ തുറന്നു പറയാൻ പാടില്ല. 6 ദിവസം കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുമെന്ന് ഉറപ്പാണ്. അസ്റായിലാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം ആ പ്രിയപ്പെട്ട യുവാവിനെ വാരി പുണർന്ന് മുആനക്ക ചെയ്ത് യാത്ര പറഞ്ഞു വിട്ടു. പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മരുഭൂമിയുടെ ഭാഗത്തൂടെ യാത്ര പോകുമ്പോ ഈ പ്രിയപ്പെട്ട സഹോദരനെ അവിടെ കാണാൻ സാധിച്ചു. ദാവൂദ് നബിക്ക് അത്ഭുതമായി. 6 ദിവസത്തിനകത്ത് മരിക്കുമെന്ന് പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ 6 മാസം കഴിഞ്ഞു, 6 വർഷങ്ങളോളം കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരത്തിൽ ഒരു കേടുപാട് പോലും ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. എന്തത്ഭുതമെന്നറിയില്ല. അല്ലാഹു പടച്ചതമ്പുരാൻ എന്ത് തീരുമാനമാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ എടുത്തതെന്നറിയില്ല. എന്നോട് എന്തിനാണ് 6 ദിവസത്തിനകത്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ റൂഹ് പിടിക്കുമെന്ന ഇസ്രായേൽ കളവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ലാഹു പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു പ്രാവശ്യം കൂടി അസ്റായിൽ അലൈഹിസ്സലാം വരുന്നതിന് വേണ്ടി കാത്തിരുന്നു. അവസാനം ആ രംഗം വന്നെത്തി. അസ്റായിൽ അലൈഹിസ്സലാം വന്നിറങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി ആ പ്രിയപ്പെട്ട മലക്കിനോട് ചോദിച്ചു, അല്ലയോ മലക്കിൽ മൗത്ത്, 6 ദിവസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്നും മരിച്ചിട്ടില്ലല്ലോ, എന്തിനാണ് എന്നോട് അങ്ങനെ ഒരു കളവ് പറഞ്ഞത്? അസ്റായിൽ പറഞ്ഞ നബിയെ അങ്ങനെ ഒരു കളവ് പറഞ്ഞതല്ല. ആ മനുഷ്യനെ നിർബന്ധമായും 7ാമത്തെ ദിവസം പ്രഭാതത്തിൽ റൂഹ് പിടിക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിരുന്നതാ. പക്ഷേ നിങ്ങളുടെ അടുത്തിരുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ആ പ്രിയപ്പെട്ട സഹോദരന് 20 വർഷം കൂടി അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തിയതായി എന്നോട് പറഞ്ഞു. 20 വർഷം കൂടി ആ പ്രിയപ്പെട്ടവൻ ജീവിക്കട്ടെ, 20 വർഷം കൂടി ആ പ്രിയ സഹോദരൻ ജീവിക്കട്ടെ, 20 വർഷം വരെ അവന്റെ റൂഹ് പിടിക്കണ്ട എന്ന അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോ ഞാൻ ആ പടച്ചതമ്പുരാനോട് ചോദിച്ചു, പടച്ചവനെ, എന്തിനാണ് 20 വർഷം ആ മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൊടുത്തത്? 20 വർഷം എന്തിനാണ് പടച്ചവനെ ആ മനുഷ്യന് വെറുതെ ആയുസ് നീട്ടിക്കൊടുത്തത്? 6 ദിവസം കൊണ്ട് മരണത്തിന്റെ കിടക്കയിലേക്ക് പോകാനുള്ള പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വഴിത്താരയിലേക്ക് 20 വർഷത്തോളം നീട്ടിക്കൊടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹു പടച്ചതമ്പുരാ പറഞ്ഞു കൊടുത്തു, അസ്റായീൽ, ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വാപ്പയുടെ തന്റെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി മാസങ്ങളോളം പിണങ്ങിക്കഴിഞ്ഞിരുന്നയാളാ. കണ്ടാൽ മിണ്ടുകയില്ല, സഹകരണമില്ല, പുഞ്ചിരിക്കുകയില്ല, നോക്കുകയില്ല. പിണക്കത്തോടെ, തർക്കത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ മാറിപ്പോകുന്ന വെറുപ്പ് മനസ്സിന്റെ അകത്തുകൊണ്ട് നടന്നയാളായിരുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജീവിതത്തില്, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ കർമ്മമുണ്ടല്ലോ. ആരെങ്കിലും പരസ്പരം പിണങ്ങിയിരുന്നാല് ആ പിണങ്ങിയിരിക്കുന്നവന്റെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞിണങ്ങിപ്പോയാൽ ദാവൂദ് നബിയെ അല്ലാഹു പടച്ചതമ്പുരാൻ അതിൽ പര സന്തോഷമുള്ള മറ്റൊരു കാര്യമില്ല നബിയെ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നബിയേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽപ്പെട്ടവരോട് പിണങ്ങിക്കഴിഞ്ഞിരുന്നു, ആ പിണക്കം അവസാനിപ്പിച്ചു. ഈ 6 ദിവസത്തിനകത്ത് ഒരു ദിവസം ആ പ്രിയപ്പെട്ട സഹോദരൻ പോയിട്ട് ആ പിണങ്ങിക്കഴിയുന്നവരുമായി പിണക്കം അവസാനിപ്പിച്ചു നബിയെ. ആ പിണക്കം അവസാനിപ്പിച്ചപ്പോ ആകാശലോകത്തിന്റെ മാലാഖമാർക്ക് സന്തോഷമായി, അല്ലാഹുവിന്റെ നബിയെ സന്തോഷമായി. അല്ലാഹു പറഞ്ഞു, അസ്റായീൽ, ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ കറുപ്പ് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ കനല് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ സങ്കടം മാറിയല്ലോ, ഒരു മനസ്സിന്റെ നൊമ്പരം മാറിയല്ലോ. അതുകൊണ്ട് അസ്റായീലേ, 20 വർഷം കൂടി ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിച്ചിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ തീരുമാനം വന്നതാണ്. പ്രവാസ ലോകത്തിന്റെ കനൽക്കട്ടകൾക്ക് മുകളിൽ കാല് വെച്ചിട്ട് വേദനയേറിയാറ്, കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്തുകൊണ്ട് സങ്കടമെന്ന ഭാരം തലയിൽ ചുമന്നുകൊണ്ട് തളരാറ് പിളരാറ് കുടുംബത്തിന്റെ
റസൂലിന്റെ തണൽമരമായി വറന്നുകൊണ്ടിരിക്കുന്ന പ്രവാസി സഹോദരങ്ങള് പലപ്പോഴും അബൂദാബിയിലും ദുബായിലും ഒക്കെ കടന്നു വരുമ്പോ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ആവേശത്തോടെ ഓടി വന്നുകൊണ്ട് പ്രഭാഷണം ശ്രവിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് തിരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണ്ടേ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വേണ്ടേ? നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണ്ടേ? നിങ്ങളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കണ്ടേ? നിങ്ങളുടെ അദ്കാറുകൾ അല്ലാഹു സ്വീകരിക്കണ്ടേ? നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് വേണ്ടേ? ഇഖ്റ കിതാബക യാ അബ്ദി അലാ മഹ്ലി ഫൻദുർ ഇലൈക തറാ ഹൽ കാന മാ കാന. ജീവിതത്തിൽ നീ ചെയ്തു പോയ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് നിന്റെ കൈവെള്ളയിൽ തരുമോ? ഇല്ല പടച്ചവനെ, എന്റെ ദിക്റുകളില്ല, എന്റെ ഇബാദത്തുകളില്ല, എന്റെ സൽക്കർമ്മങ്ങളില്ല, എന്റെ പുണ്യങ്ങളില്ല തമ്പുരാനെ, ഒന്നുമില്ല റഹ്മാനെ. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അല്ല പറയുകയാണ്, കാലഘട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയപ്പോ, പുതുവത്സരങ്ങൾ ഒരുപാട് വന്നണഞ്ഞപ്പോ, ജീവിതത്തിന്റെ യാത്രകൾ ഒരുപാട് കഴിഞ്ഞു പോയപ്പോ, നിന്റെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ആരും അറിയാതെ നീ പിണങ്ങി കഴിഞ്ഞിരുന്ന ഒരു കണ്ണിയുണ്ടല്ലോ, അവരുമായിട്ട് ഇണങ്ങാറ്, അവരുമായി സഹകരിക്കാറ്, അവരുമായി മിണ്ടാറ്, അവരുമായി ഒത്തൊരുമിക്കാറ് ജീവിച്ചതിന്റെ പേരിൽ നിന്റെ സർവ്വ അമലും അല്ലാഹു പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ, പടച്ചവനെ കാക്കണേ റഹ്മാനെ. ആരംഭ റസൂല് പറയട്ടെ, മൻ സറഹു അൻ യബ്സുത അലൈഹി റിസ്ഖഹു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നല്ല ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അബൂദാബിയിലും ദുബായിലും സാമ്പത്തിക മാന്ദ്യം വരാൻ പോകുന്നു എന്ന് ആശങ്കയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ പ്രവാസികളെ, ശമ്പളം കുറഞ്ഞു പോയു സാറേ, ജോലി നഷ്ടപ്പെട്ടു പോയു സാറേ, നീറുന്ന മനസ്സോടെ വിതുമ്പലോടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോട് ചോദിക്കുകയാണ്, മൻ സറഹു അൻ യബ്സുത റിസ്ഖഹു. ആർക്കെങ്കിലും നല്ല ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദാരിദ്ര്യം വരാറ് സന്തോഷത്തോടെ ജീവിക്കണം എന്ന കൊതിയുണ്ടോ? സഹാബികൾ സമ്മതം മൂളിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? മുത്തുനബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഔ യുൻസിഉ ഫീ അസരിഹി. ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ല ഭക്ഷണവും ദീർഘായുസും ആരാണ് ആഗ്രഹിക്കാത്തത്? ആരാണ് കൊതിക്കാത്തത്? പിറന്നു വീണ പൊന്നുമോനെ കാണാൻ കഴിയാറ്. കാഞ്ഞങ്ങാട് ബേക്കൽ കോട്ടയിലെ ഒരു 30 വയസ്സുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മയ്യിത്തായി ഇന്ന് രാവിലെ നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് എനിക്കറിയില്ല. പിറന്നു വീണ കുഞ്ഞുമോനെ ഒരു നോക്ക കാണാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലേക്ക് സുബ്ഹാനല്ലാഹ് നാളെയോ മറ്റന്നാളോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. വാപ്പയുടെ മുഖം ഒരു നോക്ക് ആദ്യമായിട്ട് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് കാണാൻ പോകുന്നത് വാപ്പാന്ന് വിളിച്ചാൽ വിളി കേൾക്കാത്ത മുഖത്താണ്, വാപ്പാന്ന് വിളിച്ചാൽ കണ്ണു തുറക്കാത്ത മുഖത്താണ്. അബൂദാബിയിൽ ആ സംഭവം രാവിലെ തന്റെ റൂമിലുള്ള സുഹൃത്തുക്കൾ പോയി വിളിക്കുമ്പോ മരിച്ചു കിടക്കുകയാണ്. ജീവിതത്തിന്റെ ഭാരങ്ങൾ മുഴുവനും തലയിലേറ്റിയിട്ട് അബൂദാബിയുടെ മണ്ണിൽ വന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാമെന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇനി ജീവനോടെ അബൂദാബിയിലില്ല. സെന്റർ ഹോസ്പിറ്റലിന്റെ അകത്ത് മയ്യത്തായി കിടക്കുന്നു. അല്ലാഹുവേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ തമ്പുരാനെ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ റഹ്മാനെ, ആ കുടുംബത്തിന് പൊരുത്തം കൊടുക്കണേ അല്ലാ. ആരംഭ റസൂൽ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുന്നു. എന്തൊക്കെ? ഒന്ന്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് ഭക്ഷണ വിശാലത വേണമോ? യബ്സുത അലൈഹി റിസ്ഖഹു. നല്ല ഭക്ഷണം വേണമോ? ദാരിദ്ര്യമില്ല, മക്കൾക്ക് സന്തോഷമാണ്, ഭാര്യക്ക് സന്തോഷമാണ്, ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾക്ക് സന്തോഷമാണ്, വേണമോ? വേണം നബിയേ, വേണം നബിയേ, വേണം നബിയേ. ഔ യുൻസിഉ ഫീ അസരിഹി. നിങ്ങൾക്ക് ദീർഘായുസ് വേണമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 കാര്യം ചോദിച്ചു. സഹാബികൾ സമ്മതം മൂളിയപ്പോ മുത്ത് റസൂൽ പറഞ്ഞു കൊടുത്തു, ഫൽ യസ്വിൽ റഹിമഹു. കുടുംബ ബന്ധം ചേർക്കുക. വീട്ടിൽ റൂമിലേക്ക് പോയിട്ട് ഒരു ഫോൺ കോൾ. നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ആരോടാണോ നമ്മൾ അകന്ന് കഴിയുന്നതെന്ന് തോന്നുന്നു, അവരോട് ഇത്രയും ബന്ധം കുറവാണിപ്പോ, അവർക്കൊരു ഫോൺ. സുഖമാണോ? ഇത് ചോദിക്കുന്നതോടുകൂടി അള്ളാഹു നിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന ഭക്ഷണത്തിന്റെ കവാടം തുറക്കും. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്, വെറും വാക്കല്ല, സ്വഹീഹായ ഹദീസാണ്. എത്ര ഗൗരവമുള്ള കാര്യം എന്ന് പറയും, നമ്മൾ ആരും ശ്രദ്ധിക്കലില്ല. വളരെ ഗൗരവമാണ്. അള്ളാഹു പടച്ചതമ്പുരാൻ പറഞ്ഞതെന്താ? അനല്ലാഹ്
ഞാൻ അല്ലാഹുവാണ്. ഞാൻ അല്ലാഹുവാണെന്ന് അല്ല എടുത്തു പറയണമെങ്കിൽ അത്ര ഗൗരവമുള്ള വിഷയം അല്ല പറയാൻ പോകുന്നു എന്ന് സാരം. റഹ്മാൻ, ഞാൻ അല്ലാഹുവാൻ, ഞാൻ റഹ്മാനാണ്. ഇത് പറഞ്ഞിട്ട് പടച്ചതമ്പുരാൻ പറയുന്നു, കുടുംബ ബന്ധത്തിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേരാണെന്ന് അള്ളാഹു പറയുന്നു. അള്ളാന്റെ പേര് റഹ്മാൻ എന്നല്ലേ? ആ റഹ്മാൻ എന്ന പേരാണ് കുടുംബ ബന്ധത്തിന്റെ അറബി വേർഡ്. റഹ്മ് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം എന്നാണ് അർത്ഥം. കുടുംബ ബന്ധം. എങ്ങനെയാണ് കുടുംബ ബന്ധം ഉണ്ടാകുന്നത്, എന്താ കുടുംബ ബന്ധം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം സമയം പോലെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ വളരെ വിശദീകരണം ചുരുക്കി പെട്ടെന്ന് പറയും. നല്ല വിഷയമാണ്, വലിയ വിഷയമാണ്, സമയക്കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അള്ളാഹു പറയുന്നു, എന്റെ പേരാണ് ഞാൻ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നത്. റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പേര് ഞാൻ മുറിച്ചു കൊടുത്തിരിക്കുന്നു കുടുംബ ബന്ധത്തിന്. അള്ളാന്റെ പേര് അല്ല കട്ട് ചെയ്ത് കുടുംബ ബന്ധത്തിന് ചേർത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ആരാണ് ആ കുടുംബ ബന്ധം പിണങ്ങാറെ, മുറിച്ചു കളയാറെ, വെറുത്തു പോകാറെ ചേർത്ത് വെക്കുന്നത്, അവരെ അള്ളാഹു ചേർക്കുന്നതാണ്, അവരെ അല്ലാഹു ചേർക്കുന്നതാണ്. ആരാണ് ആ കുടുംബത്തെ മുറിക്കുന്നത്? വാപ്പയുടെ, ഉമ്മയുടെ, കൂടപ്പിറപ്പിന്റെ സഹോദരന്റെ ബന്ധുക്കളുമായി പിണങ്ങി കഴിയുന്നതാരാ? അവനെ അല്ലാഹു പിണങ്ങിയിരിക്കുന്നു, അവനെ അല്ലാഹു മുറിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുകയാണ്. മഹാനാര വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, മഹാനാര വെളിയങ്കോട് ഉമർ ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി. റബീഉൽ അവ്വലൊക്കെയാണ്, പൊരുത്തക്കേട് ഉണ്ടാവരുത്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ വെളിയങ്കോട് ഒരു പരിപാടി നടന്നു, സമസ്തയുടെ വലിയ പരിപാടി. ആ പരിപാടിക്ക്, ആ പ്രോഗ്രാമിന് തലേ ദിവസം ശംസുൽ ഉലമയുടെയും കണ്ണിയത്തിൻ്റെ ഒക്കെ മഹത്വം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നാളെ നമുക്ക് അള്ളാഹു അന്തരീക്ഷം അനുകൂലമാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. 2 ദിവസവും വലിയ മഴയായിരുന്നു. 2ാമത്തെ ദിവസം മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 2ാമത്തെ ദിവസം പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ തീർത്തും മഴ തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ വേദിയിൽ നിന്ന് തിരിച്ചിറങ്ങി പോവാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയം വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് ചെന്നിട്ട് ദുആ ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഫാത്തിഹ ഓതിയിട്ട് പറഞ്ഞത്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അവരുടെയൊക്കെ അഡ്രസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു നിലനിൽപ്പ്. അവരെ പേര് പറയുമ്പോഴാണ് നമുക്കൊരു യോഗ്യത ഉണ്ടാവുക. ആ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, അവരുടെ മഹത്വം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ നാവ് പറഞ്ഞിട്ട് നീ നാണം കെടുത്തല്ലേ അല്ലാ. ഇത്രയും ആളുകൾ മഴ പെയ്ത് തിരിച്ചിറങ്ങി പോകുമ്പോ നാണക്കേടാവില്ലേ? അല്ലേ? ഇന്നലെ വാക്കവി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് കുളമായല്ലോ എന്ന് പറയുമ്പോ അത് അവരുടെ പേരിന് പാവപ്പെട്ട ജാഹിലീങ്ങളായ ഞങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അതൊരു നാണക്കേടല്ലേ? സങ്കടം വന്നു. വല്ലാഹി റബ്ബ് അള്ളാഹു പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. കണ്ണ് കുളിർന്നു പോകുന്ന രംഗമാണ് അവിടെ കൂടിയ മുഴുവൻ ആളുകളും കണ്ടത്. അത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കറാമത്താണ്. ആ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വെറും ഒരു ആശിഖുർ റസൂൽ എന്ന രീതിക്കപ്പുറം ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു മഹാനായ കവിയായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. നല്ല പാട്ടുകാരനായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. നല്ല എഴുത്തുകാരനായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. വെറും ഒരു മോശക്കാരനായിരുന്നില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പാട്ട് എഴുതിയിട്ടല്ല റൗള ഷരീഫിൽ വന്ന് പാടിയത്. അങ്ങനെയൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂല. ആരെങ്കിലും ഒന്ന് പാടിയാൽ ഇത് ഖൽബ് പൊട്ടുന്ന പാട്ടാ പാടിയത്. ആ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു എഴുതി കുടുംബ ബന്ധത്തെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. 2 വരി കുടുംബ ബന്ധത്തെ കുറിച്ച് 2 വരി കവിത എഴുതിയിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്താണ് ഒരു അറബി വേർഡ് നിങ്ങൾ പഠിക്കണം. തേളുകൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ അഖ്റബ് എന്നാണ്. അഖ്റബ്, ഐന് ഖാഫ് റാ ബാ, അഖ്റബ്, തേള് എന്നാണ് അർത്ഥം. ആ ഐന് മാറ്റിയിട്ട് അവിടെ അലിഫാക്കിയാൽ അഖ്റബ് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അലിഫിട്ടാൽ കുടുംബം, ഐനിട്ടാൽ തേള്. ഈ 2 വാക്കിനെ വെച്ചിട്ട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അലിഫുൽ ഖാനിബി ഫി സമാനി ഖദിൻ ഖലബ് ഐനം ഫസാറൽ അഖ്റബൂന ഖാരിബാ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് സ്നേഹിക്കാൻ വേണ്ടി അല്ലാഹു പടച്ച കുടുംബങ്ങളെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ, ലാളനയുടെ പൊന്തൂവലിന്റെ സ്പർശമേൽക്കാൻ വേണ്ടി അല്ലാഹു പടച്ച കുടുംബങ്ങളെ, 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 നിങ്ങൾക്ക് അല്ലാഹു അറബിയിൽ പറയുന്നത് അഖ്റബ് എന്നാണ്, കുടുംബങ്ങൾ എന്നാണ്. പക്ഷേ ഐനം ഫസാറൽ അഖ്റബൂന
അഖ്റബൂന അഖാരിബാ. ഈ കാലഘട്ടത്തിൽ അലിഫ് മാറിയിട്ട് ഐനായിരിക്കുകയാണ്. സ്നേഹിക്കാൻ അറിയുന്ന കുടുംബത്തിന്റെ പേര് അള്ളാഹു തന്നെ മാറ്റിയിട്ട് തേളുകളാക്കിയിരിക്കുകയാണ്. വിഷം ചീറ്റുന്ന, കൊത്തി വലിക്കുന്ന, മനുഷ്യനെ മരിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന തേളുകളെ പോലെ മനുഷ്യ നിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു എന്ന് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മുടെ ജീവിതവും ഇന്ന് അങ്ങനെയല്ലേ? കൂടപ്പിറപ്പുകളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല, സഹോദരങ്ങളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയില്ല, സ്നേഹം മറന്നുപോയി, ബന്ധം നഷ്ടപ്പെട്ടു പോയി, കൂടപ്പിറപ്പുകൾ തമ്മിൽ കലഹവും കലാപവും പ്രശ്നവുമായി കടന്നുകൂടുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഓർത്തു നോക്കിയേ, ചെറിയ പ്രായത്തിൽ ഞാനിപ്പോ എന്റെ വീട്ടിൽ എന്റെ മക്കള് കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും മാറിയിരുന്ന് നോക്കുമ്പോ തന്നെ എന്തു കൗതുകമാണ്. പൊന്നാര ഏറ്റവും ഇളയ അനുജന് കയ്യിലൊരു മുറിവ് വന്നാൽ മൂന്നിക്കമാരും കൂടി വന്നിട്ട് പോട്ടുവാവേ എന്ന് പറഞ്ഞ് തട്ടിക്കൊടുക്കുന്നു, തടവിക്കൊടുക്കുന്നു, കണ്ണീര് തുടച്ചു കൊടുക്കുന്നു. അല്ലാഹുവേ, ഒരുമിച്ച് കളിക്കുന്നു. മദ്രസയിൽ പോകുമ്പോ ജ്യേഷ്ഠൻ അനുജന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളും അതുപോലെ പണ്ട് നടന്നു പോയിട്ടില്ലേ? ഇന്നെന്തേ നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോ വെറുപ്പ് തോന്നുന്നത്? നിങ്ങളും അതുപോലെ നടന്നുപോയില്ലേ? മദ്രസയിലേക്ക് പോയപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇക്ക, ഒരു ഉമ്മയുടെ വയറ്റിനകത്ത് ജനിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഇക്കയുമായി നിങ്ങൾ ഓടിക്കളിച്ചില്ലേ, ചാടിക്കളിച്ചില്ലേ? ആ ഇക്കയുടെ വിരൽ തുമ്പ് പിടിച്ച് മദ്രസയിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ നടന്നുപോയില്ലേ? ഇന്ന് കണ്ടാൽ കീരിയും പാമ്പും പോലെ പരസ്പരം തർക്കിക്കുന്ന, പരസ്പരം വഴക്കടിക്കുന്ന, പരസ്പരം പിണങ്ങുന്ന സ്വഭാവം നിസ്കാരമുള്ളവരെ, നിസ്കാരപ്പഴമ്പുള്ളവരെ, ദീനീ പ്രവർത്തകരെ, നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി? നിങ്ങളുടെ കുടുംബക്കാര് പറയുന്നതെന്താ? ഇങ്ങോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ചെയ്യാത്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യലല്ല. ഇപ്പോ എന്റെ വീട് വെച്ചപ്പോ എന്റെ അനുജൻ എനിക്കൊരു 1,00,000 രൂപ തന്നു. അപ്പൊ എന്റെ വൈഫ് പറയും, നിങ്ങൾ എഴുതി വെച്ചോളണം, അനുജന്റെ വീട് വെക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളതാ. ഇത് കുടുംബ ബന്ധം ചേർക്കലല്ല. ഇത് കുടുംബമെന്ന ചേർക്കലല്ല. എന്റെ മോളെ നിക്കാഹിന് എന്റെ അനുജൻ 5 പവൻ സ്വർണം എടുത്തു തന്നു. അപ്പോഴേ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, ശരിയാണ്, അനുജന്റെ മോളെ നിക്കാഹാകുമ്പോ എനിക്ക് ഒരു 5 പവൻ എടുത്തു കൊടുത്ത് അതങ്ങ് തീർക്കണം, ആ ബാധ്യത തീർക്കണം. അത് കുടുംബബന്ധം ചേർക്കലല്ല. ഇത് പറഞ്ഞത് മുത്ത് റസൂലാണ്. ലൈസൽ വാസിലു ബിൽ മുകാഫി. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യലല്ല. ഇപ്പൊ ഈ പറഞ്ഞത് പ്രത്യുപകാരം ചെയ്യലാണ്. എനിക്ക് ചെയ്തത് കൊണ്ട് ഞാനും ചെയ്തു. എന്റെ വാപ്പ മരിച്ചപ്പോ വാപ്പയെ കബറിൽ ഇറക്കി വെച്ച ഉടനെ അവൻ പോയില്ലേ? അതുകൊണ്ട് അവന്റെ വാപ്പ മരിക്കുമ്പോഴും അവന്റെ വാപ്പയെ കബറിൽ ഇറക്കി വെച്ചോണ്ട് ഞാനും പോയി. ഞാൻ അവിടെ നിൽക്കൂല. കാരണം അങ്ങനെ അതീ കുറച്ചുള്ള സ്നേഹം മതി മൊയിലേരെ എന്ന് പറയും. ഇത് ഏറ്റവും അധികം അനുഭവിക്കുന്നത് നിങ്ങളാ. നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യ വിളിച്ചു പറയും, എന്നാലും മോളെ കാതുകുത്തിന് നിങ്ങളുടെ അനുജത്തി വന്നിട്ട് ഒരു അരമണിക്കൂർ നിന്നില്ലല്ലോ ഇക്ക, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, നിങ്ങൾ ഗൾഫിലാന്ന് നമുക്ക് ചിന്തിച്ചൂടെ, അത് ചെയ്തില്ലല്ലോ. ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ നിങ്ങൾ വൈഫ് കരഞ്ഞാൽ പിന്നെ അബുദാബി ആണെങ്കിലും ദുബായ് ആണെങ്കിലും നിങ്ങളെ കാര്യം ഖത്തം പോകയാ. ഇപ്പോഴും നിങ്ങൾ പറയും, വിഷമിക്കണ്ട, അവള് വന്ന് നിന്നില്ലെങ്കിൽ അവളെ മോളെ കാതുകുത്തിന് നീ പോവുകയും വേണ്ട, പോട്ടെ, ബാക്കി ഞാൻ ഏറ്റു. അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ ബന്ധം. പക്ഷെ അവിടെ മുറിഞ്ഞു പോകുന്നത് നമ്മുടെ ഈമാനാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കില്ല. ഇതാണ് ഇബ്ലീസിന്റെ ശക്തി. എത്ര സിമ്പിളായിട്ടാണ് അവനൊരു കുടുംബ ബന്ധം മുറിച്ചത്. നമ്മൾ ഫോണിലൂടെ ഒരു ലളിതമായൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു, അതും മതി. അള്ളാന്റെ അർശ് കിടുങ്ങും, അള്ളാന്റെ മലക്കുകൾ വിറയ്ക്കും, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ വെറുക്കും. ഇതൊരു ചെറിയ വാക്കാണെങ്കിലും ഒരു ബന്ധം മുറിയലാണ്, സഹിക്കാൻ പറ്റൂല. കാരണം ഈ ബന്ധമുണ്ടാക്കിയത് നീയല്ല, ഈ ബന്ധമുണ്ടാക്കിയത് അള്ളാഹുവാണ്, ഞങ്ങളാരുമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു ശരീരത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ പേടിക്കുക. ആരാണ് മനുഷ്യരെ പടച്ചത്? ആരാണ് ആദം നബിയെ പടച്ചത്? വഖലഖ മിൻഹാ സൗജഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നല്ലേ പിന്നെ അല്ലാഹു ഇണയെ പടച്ചത്. ആരാ പടച്ചത്? ഞങ്ങളാണോ? നമ്മളാണോ? വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ആൺമക്കളും പെൺമക്കളുമായി ധാരാളം മക്കളെ പിന്നെ അല്ലാഹുവല്ലേ പടച്ചത്. അപ്പൊ കുടുംബമുണ്ടാക്കിയത് അല്ലാഹുവാ, ബന്ധമുണ്ടാക്കിയത് അല്ലാഹുവാ, ബന്ധപ്പെടണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ, ആ ബന്ധം ചേർക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരമല്ല. പിന്നെയോ
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ഖതഅത് റഹിമഹു വസലഹാ, മുറിഞ്ഞു പോയാൽ അതിനെ ചേർക്കുന്നതിനാണ് കുടുംബ ബന്ധം എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബം മനസ്സിൽ വരട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഉമ്മ, ഉപ്പ, ഉപ്പയുടെ അനുജന്മാർ, ഉമ്മയുടെ അനുജത്തിമാർ, അനുജന്മാർ, ബന്ധുമിത്രാദികൾ, അവരൊക്കെ മനസ്സിൽ വരട്ടെ. അള്ളാഹു, ഞാൻ എത്ര വർഷം കൊണ്ട് അബൂദാബി നിൽക്കുന്നു, എൻ്റെ ഉപ്പയുടെ അനുജന്റെ ഒരു മോനുണ്ടായിരുന്നു, എത്ര നാളായി ഞാൻ അവനൊന്ന് കണ്ടിട്ട്. റബ്ബേ, ഞാനിങ്ങനെ നാട്ടിൽ പോകും, 2 മാസം നിൽക്കും, തിരിച്ചു വരും. അള്ളാഹു, എന്റെ കുടുംബത്തിൽ ഏറ്റവും അധികം ഞാൻ ബന്ധപ്പെടേണ്ടുന്ന എന്റെ ഉമ്മയുടെ ഒരു ആങ്ങളയുണ്ടായിരുന്നു, പാവപ്പെട്ട ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്നവനായിരുന്നു. എത്ര കാലമായി ഞാൻ അയാളെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട്. ഫാമിലി ആയിട്ട് ഇവിടെ വർഷങ്ങളോളം ഞാൻ താമസിക്കുന്നു. എനിക്ക് ബന്ധം വേണ്ടേ? എനിക്ക് കുടുംബം വേണ്ടേ? എനിക്ക് ജീവിതം വേണ്ടേ? ഗൗരവത്തോടെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ നാട്ടിൽ പോയി 2 മാസം ലീവിന് നിൽക്കുമ്പോൾ ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യയൊക്കെ ഒരു വല്ലാത്ത താല്പര്യക്കുറവ് കാണിച്ചു. എന്നാലും അതൊക്കെ കേട്ടതല്ലേ, എന്തായാലും പോയിരിക്കാമെന്ന് തീരുമാനിച്ച് നിങ്ങൾ പോയി കാണാൻ. അപ്പോ നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്റെ ഭാര്യ പറഞ്ഞു, ഇറങ്ങടാ വെളിയില്, ഞാനിവിടെ രോഗം ബാധിച്ച് കിടന്നു, വെള്ളം കുടിക്കാൻ ഗതിയില്ലാതെ കിടന്നു, നീ വലിയ ഗൾഫുകാരനായി, അന്നൊന്ന് നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ ആട്ടി ഓടിക്കുമ്പോ തിരിച്ച്, പോട്ടെ ഉമ്മ, സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്, എനിക്ക് അറിവില്ലാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടിച്ചു കയറുന്നതിനാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടു തന്നത് തിരിച്ച് ഭാര്യയും മക്കളെയും പറഞ്ഞോട്ട് കൊണ്ട് കൊടുക്കുന്നതിനല്ല ഈ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞ. നിങ്ങളെ വേണ്ട എന്ന് പറയുന്നവരെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെല്ലുക. ആ ഒരു സ്നേഹമാണ് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു ചെറിയ പ്രായത്തിൽ, അല്ലേ? ഇപ്പൊ ഈ റബീഉൽ അവ്വൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ പഠിപ്പിച്ചു കൊടുത്ത് പാടി അവൻ സമ്മാനം വാങ്ങിയൊരു പാട്ടുണ്ട്. അത് പാടുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ കണ്ണീരാണ്. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരൂത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച്, ആമിനാബി പൂമകനിൽ ചുംബനമണച്ച്. അത്തലിൻ തൻ മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി, ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി. അങ്ങിനെ കാലം കഴിയും കാലമോരോ നാളിൽ, ആമിനാബിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള, 6 വയസ്സായ കാലം ആറ്റലം നബിയുള്ള. ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞു, ആട തന്നിൽ ആടുമേച്ച കുഞ്ഞുമോൻ വളർന്നു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു, ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ സ്നേഹം കൊടുക്കാൻ സമയമായപ്പോ ഉമ്മ പോയി. വാത്സല്യം കിട്ടുന്ന സമയത്ത് വാപ്പയില്ല. ബന്ധുമിത്രാദികളുടെ സ്നേഹം കൊതിക്കുന്ന സമയത്ത് അല്ലാഹുവേ, നുബുവത്തിന്റെ പടധ്വനി മുഴങ്ങിയ മുത്ത റസൂലിന്റെ ശരീരത്തിലേക്ക് കല്ല് പറക്കി എറിഞ്ഞു. ആരംഭ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. എന്നിട്ട് പോലും സുഖമില്ലാതെ, അബൂജഹൽ സുഖമില്ലാതെ കിടക്കുന്നെന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടാൻ മനസ്സ് കാണിച്ച സ്നേഹനായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോട് ബന്ധത്തിന്റെ മൂർധന്യതയെ കുറിച്ച് പഠിപ്പിച്ചു തരികയാ.
അല്ലാഹുവിന്റെ റസൂൽ ആ സ്നേഹത്തിന്റെ വില പറഞ്ഞു തരികയാ. മുത്ത് റസൂലിനോടൊരു പ്രിയപ്പെട്ട സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വിവരമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, പക്ഷെ എനിക്ക് പടച്ചവനെ പേടിയാണ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. അങ്ങ് പറഞ്ഞല്ലോ കുടുംബ ബന്ധം മുറിക്കുന്നവനോട് അല്ലാഹുവിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നബിയേ എന്റെ ബന്ധുക്കളൊക്കെ എന്നോട് പിണക്കമാണ്, എന്നാലും അസിലുഹും, ഞാൻ അവരുടെ ബന്ധം ചേർക്കുന്നു നബിയേ. പക്ഷേ അവരെന്നോട് മിണ്ടുന്നില്ല നബിയേ, അവരെന്റെ ബന്ധം മുറിക്കുന്നു നബിയെ. ഞാൻ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെ അവർ മാറ്റിവെക്കുന്നു നബിയെ, എന്നെ ഒഴിവാക്കുന്നു നബിയെ. ഇലൈഹിം, ഞാൻ അവർക്ക് ഗുണം ചെയ്യും, എന്റെ മക്കളെ പറഞ്ഞു വിടും, പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, മരുന്ന് കൊടുക്കും, പക്ഷേ ഇലയ്യാ, അവരെന്നെ ഉപദ്രവിക്കുന്നു നബിയെ, എന്നെ കഷ്ടപ്പെടുത്തുന്നു നബിയെ. എനിക്ക് ബന്ധം വേണം നബിയെ, എനിക്ക് മിണ്ടണം നബിയെ, എനിക്ക് സഹകരിക്കണം നബിയെ, എനിക്ക് പിണക്കത്തെ പേടിയാണ്, അല്ലാഹുവിന്റെ നരകമാണ് പിണക്കം, എനിക്ക് പേടിയാണ് നബിയെ. അതുകൊണ്ട് ഇണങ്ങാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോ അവരെന്നോട് പിണങ്ങുന്നു നബിയെ. ഒരു മാർഗം പറയണം റസൂലേ. എന്ത് ചെയ്യും നബി എന്നുള്ള ചോദ്യവാ. നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവും. എത്ര പ്രാവശ്യം പോയി ഉസ്താദെ, ഞാൻ എന്റെ ബന്ധുക്കൾ എന്നെ ഒഴിവാക്കുന്നു, എനിക്കവരോട് പിണക്കമില്ല, പക്ഷെ അവരെന്നെ ഒഴിവാക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്ത മറുപടി, ഇൻ കുന്ത കമാ ഖുൽത, നീ പറയുന്ന പോലെയാണ് കാര്യമെങ്കിൽ, കഅന്നമാ തുസ്ഫിഉൽ മല്ല, നരകത്തിന്റെ വെണ്ണീർ അവരെ തീറ്റിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ, നീ മിണ്ടുമ്പോ അവര് നിന്നോട് മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അവരെ നരകം ആഗ്രഹിക്കുന്നു, അവരെ കൊന്നു തിന്നാൻ. അത്ര വലിയ തെറ്റാണ് നീ അവർ നിന്നോട് ചെയ്യുന്നതെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവർ മിണ്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾ ഭാര്യയോട് പറയണം, എന്തിനാണ് എന്റെ അനുജത്തിയുമായി പിണങ്ങിയിരിക്കുന്നത്, എന്റെ ഉമ്മയുമായി പിണങ്ങിയിരിക്കുന്നത്, നിന്റെ ബന്ധുക്കളുമായി പിണങ്ങി? ഒരു പിണക്കവും നമുക്ക് പാടില്ല. നമ്മൾ ആരാ പിണങ്ങാൻ? നമ്മൾ ആരാ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ ആരാണ് ഓടി വരിക? ആരാണ് വരിക? നമ്മൾ ആലോചിച്ച്, എത്ര സുഹൃത്തുക്കളും എത്ര കൂട്ടുകാരും ഉണ്ടെങ്കിലും. ഇപ്പൊ എറണാകുളത്തിന്റെ ഷാനവാസ് റഷാദി എന്ന് പറയുന്ന ആ പാവപ്പെട്ട ഉസ്താദിന് വാഹനാപകടത്തിൽപ്പെട്ടു, കൈയും കാലും ഒക്കെ ഒടിഞ്ഞു, നടുവിലൊക്കെ ഓപ്പറേഷൻ നടന്നു, ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറയാം, ഉസ്താദെ, ആയിരക്കണക്കിന് കൂട്ടുകാർ എനിക്കുണ്ട്, പക്ഷേ എൻ്റെ 2 അനുജന്മാർ, ഉസ്താദെ സങ്കടം വരികയാണ്. രഹസ്യമായിട്ട് ആ സഹോദരനോട് പറയാണ്, ഞാൻ ഇതിന്റെ ഈ റൂമിനകത്ത് ഹോസ്പിറ്റലിനകത്ത് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട 2ാമത്തെ അനുജൻ അവന്റെ കൈകൊണ്ട് എന്റെ നജസ് എടുത്തിട്ട് വൃത്തിയാക്കി തന്നപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ഉസ്താദേ. അവൻ ഇത്രയും ബന്ധത്തിന്റെ വില ഞാൻ അറിഞ്ഞിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ അറിയുകയാണ്. അത് കൂടപ്പിറപ്പുകളാണ്. ഒരു കൂട്ടുകാർക്കും അങ്ങനെ ആകാൻ പറ്റില്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും, നിങ്ങൾ പാർട്ണർഷിപ്പ് നടത്തുന്നവരാ, നിങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരാ, നിങ്ങൾ സുഹൃത്തുക്കളാ, ഒരുമിച്ച് കച്ചവടം നടത്തുന്നവരാ, ഒരുമിച്ച് അബുദാബിയിൽ വന്നവരാ, എന്ത് പറഞ്ഞാലും കൂടപ്പിറപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളാന്റെ കോടതിയിൽ നിങ്ങളുടെ സൗഹൃദ ബന്ധം. ഒരിക്കലും അതിന്റെ വിലയോളം വരില്ല സഹോദരങ്ങളെ, അതിന്റെ വിലയോളം വരില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒറ്റ ഹദീസ് കൂടി അതിന്റെ ഗൗരവത്തിന് വേണ്ടി പറയട്ടെ, ലാ യദ്ഖുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗ്ഗമില്ല. സ്വഹീഹായ ഹദീസാണ്. സഹോദരിമാരൊക്കെ ശ്രദ്ധിച്ചോളണം, മുകളിലിരുന്ന് ഇത് ശ്രദ്ധിച്ചോളണം. ഒരു പരിധിവരെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണ് കാരണക്കാർ. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ മനസ്സിൽ അങ്ങനെ പല ചിന്തകൾ ഉണ്ടാവും, സ്വാർത്ഥതകൾ. ഭർത്താവ് എനിക്കുള്ളതാ, മക്കൾ എനിക്കുള്ളതാ, ഭർത്താവ് കഷ്ടപ്പെടുന്നത് മുഴുവനും ഇനി എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രമുള്ളതാ, ഏത് പെണ്ണിന്റെയും മനസ്സിലുണ്ടാവും. അതിനൊക്കെ ഒരു പോംവഴി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, എന്നാൽ ഈ കുടുംബബന്ധം നമുക്ക് തുടങ്ങാം, ആ ബന്ധം ചേർത്ത് തുടങ്ങാം. ഇനി ഒരിക്കലും നമ്മുടെ കുടുംബബന്ധത്തിൽ പിണക്കം പാടില്ല, നമുക്ക് ബന്ധം ചേർത്ത് തുടങ്ങാം. അങ്ങനാണെങ്കിൽ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, അനിഷ്കുറുലീ
വലിവാലിദൈ. അല്ലാഹ് പറയുകയാണ്, ആകാശത്തിന്റെ അധിപനായ ഭൂമിയുടെ നിർമ്മാതാവായ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പടച്ചതമ്പുരാൻ പറയുന്നു, നിങ്ങൾ ആദ്യം ബന്ധം പുലർത്തേണ്ടത് എന്നോടാണ്. നിസ്കാരം നടത്തുക, നന്ദി കാണിക്കുക, ഖുർആൻ ഓതുക, എന്തുമായി ഞാനുമായി ബന്ധപ്പെട്ട കടമകളെ ബാധ്യതകൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നാൽ, കുടുംബ ബന്ധത്തിലേക്ക് വന്നാൽ, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനമാരെന്നറിയോ? വലിവാലിദൈ, വലിവാലിദൈ. നിന്റെ ഉമ്മയും നിന്റെ വാപ്പയുമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും. ആദ്യത്തെ കുടുംബ ബന്ധത്തിന്റെ ഫൗണ്ടേഷൻ, ഒന്നാമത്തെ കല്ല് ഉമ്മ, രണ്ടാമത്തെ കല്ല് വാപ്പ. അത് ചേർത്തിട്ട് മതി ബാക്കിയുള്ളത് ചേർക്കുന്നത്. അത് ചേർത്തിട്ടേ ബാക്കിയുള്ളത് ചേരൂ. അവരുമായി പിണങ്ങിയിട്ട് 2 ജ്യേഷ്ഠനും 3 അനുജനും കൂടി വേറെ വീട് വെച്ച് അങ്ങോട്ട് താമസിക്കുന്നു. ഉമ്മയെ കാണാൻ പോകുന്നില്ല, ഉപ്പയെ കാണാൻ പോകുന്നില്ല. 2 ആങ്ങളമാര് ഉമ്മാന്റെ കൂടെ, 2 പെങ്ങന്മാര് വാപ്പാന്റെ കൂടെ. അങ്ങനല്ല. ഉമ്മയും വാപ്പയും എന്ന അടിസ്ഥാനം ശരിയായെങ്കിലേ കുടുംബ ബന്ധം വളരൂ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ദുനിയാവല്ല ശാശ്വത ജീവിതം, ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറാണെന്ന് എപ്പോഴും ഓർക്കണം. നബിതങ്ങളോട് വന്ന് ചോദിച്ചു ഒരാൾ, മൻ അബറു യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആർക്കാ? ഞാൻ 60 വയസ്സ് വരെ ജീവിച്ചു, 70 വയസ്സ് വരെ ജീവിച്ചു. ഏറ്റവും അധികം എന്റെ 7 അള്ളാന്റെ മലക്കുകൾ പരിശോധിക്കുമ്പോൾ അവൻ ഏറ്റവും അധികം ഗുണം ചെയ്തിരിക്കേണ്ടത് ആർക്കാണ് 100 മാർക്ക് കിട്ടുക? ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, ഒന്ന് നിന്റെ ഉമ്മ, ഒന്ന് നിന്റെ ഉമ്മ. ഉമ്മ മരണപ്പെട്ടു പോയ പ്രവാസികളുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഒരു 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവരുടെ ഖബറിലേക്ക്. ബിഫളി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, ആഘോഷങ്ങൾക്ക് പോകാതെ, ആർഭാടങ്ങൾക്ക് പോകാതെ, ഇസ്ലാമിക് സെന്റർ ഒരുപാട് ആലിമീങ്ങൾ, മഹത്തുക്കൾ, ഔലിയാക്കൾ വന്ന് പാദം പതിഞ്ഞ മണ്ണില് വന്നിരുന്നിട്ട് തന്റെ ഉമ്മാക്ക് വേണ്ടി ഇതിന്റെ അകത്തുനിന്ന് ചൊല്ലി ദിക്ർ സ്വീകരിച്ച്, അല്ലാഹുവേ അവിടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കണേ അല്ലാ. ഒരു 70,000 ദിക്റായി ഇത് നീ ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിനപ്പുറം ഒരു സമ്മാനം നിങ്ങൾക്ക് ഉമ്മാക്കിന് കൊടുക്കാനില്ല. ഇൽമിന്റെ വേദിയല്ലേ, ഇൽമിന്റെ വേദിയാണ്. അല്ലാഹു തആല നമ്മുടെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. ജീവിതത്തിൽ ഒരു സഹോദരന്റെ ജനനം മുതൽ മരണം വരെ അവൻ കഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലിയ ഗുണം ചെയ്യേണ്ടത് ഉമ്മാക്കാണ്. അത് കഴിഞ്ഞിട്ടും മതി ആർക്കും, അത് കഴിഞ്ഞിട്ടേ ചെയ്യാവൂ ആർക്കും. ആദ്യത്തത് നബിതങ്ങൾ പറഞ്ഞതല്ലേ, അബറു എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ളീലാണ്. ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആർക്കെന്നാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ഗുണമില്ല. അത് ഉമ്മാക്കാണ്. രണ്ടാമത് ആർക്കാ നബിയെ? അബൂക്ക, നിന്റെ വാപ്പാക്കാണ്. രണ്ടാമത് വാപ്പാക്ക്. വാപ്പ മോശക്കാരനാ? വാപ്പ മരിക്കുമ്പോഴല്ലേ നമ്മളെ യത്തീമെന്ന് പറയുള്ളൂ. ഉമ്മ മരിക്കുമ്പോ യത്തീമെന്ന് പറയൂല ആരെയും. അതാണ് വാപ്പാടെ പവർ. നമ്മുടെ വാപ്പാടെ പവർ നമുക്കറിയില്ല. നമ്മൾ വേദനയോട്, നമ്മൾക്ക് ഉമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ വാപ്പച്ചി അടിക്കും. ഏതു മകനെ വാപ്പ അടിച്ചിട്ടുണ്ടെങ്കിലും അന്ന് രാത്രിയിൽ ആ മകന്റെ അടിച്ച സ്ഥലത്ത് വാപ്പ വന്ന് തടവാതെ ഒരു വാപ്പയും, സ്നേഹമുള്ള ഒരു വാപ്പയും കേരളത്തിൽ ഉറങ്ങാൻ വാപ്പാക്ക് പറ്റൂല അല്ലേ? നിങ്ങൾ ഫോണിലൂടെയെങ്കിലും മക്കളോട് നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ടാൽ രണ്ടാമത് നിങ്ങൾ ഫോൺ വിളിച്ച് ഭാര്യയോട് ചോദിക്കും, അവന് വിഷമായോ? ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞെങ്കിൽ വിഷമായോ? അതാണ് നമ്മുടെ മനസ്സ്, അതാണ് നമ്മുടെ വാപ്പ. അടികൊണ്ട് കിടന്ന് തളർന്നു കിടന്ന് പൊട്ടിക്കരഞ്ഞുറങ്ങിപ്പോയ പൊന്നുമോന്റെ അടുത്ത് വന്ന് അല്ലാഹുവേ കൈകൊണ്ട് തടവിയിട്ടവന്റെ കവിളത്ത് മുത്തം തരുന്ന സ്നേഹമരമാണ് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ. മോനെ ചോറ് കഴിക്കടാന്ന് പറഞ്ഞ ചോറ് വാരി തരുമ്പോഴും ഞങ്ങളുടെ വാപ്പ പട്ടിണിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ. ഞങ്ങളുടെ വാപ്പ പട്ടിണിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ 10, 20, 30 വർഷം വന്ന് പടച്ചവനെ ഭാരമുള്ള സിമന്റ് ചാക്കുൾപ്പെടെ കല്ലുകൾപ്പെടെ തലയിൽ ചുമന്നുകൊണ്ട് ഇന്ന് കാണാത്ത അബൂദാബിയുടെ മണ്ണുണ്ടായിരുന്നു പഴയ കാലത്ത്. അതിന്റെ മണപ്പെരികളെ ചവിട്ടിക്കൊണ്ട് പൊള്ളുന്ന കനൽക്കട്ടകളെ ചവിട്ടിയിട്ട് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പമാർക്ക് അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇത് രണ്ടും മാത്രം മതിയോ?
കുടുംബം എന്തോന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിചാരിച്ചിരിക്കണം വാപ്പ ഉമ്മ. ഏത് വാള് കേട്ടാലും ആദ്യം ആർക്ക് ഗുണം ചെയ്യണം നബിയെ? ഉമ്മാക്ക്. രണ്ടാമത് ആർക്ക് നബിയെ? വാപ്പാക്ക്. വാള് കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മൂന്നാമത് ആർക്കാന്നറിയോ? മൂന്നാമത്തേലാണ് നമുക്ക് വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറയുന്നത് വൗഖുത്തുക്ക, നിന്റെ സഹോദരിക്ക്, പെങ്ങക്ക് കൊടുക്കണം. നിങ്ങൾ പറയും ഒന്നാമത് കുടുംബത്തിൽ ഇപ്പോൾ ആകെ പ്രശ്നം പെങ്ങക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള പ്രശ്നമാണ്. ബാപ്പ ഉണ്ടാക്കിയത് ഉമ്മ ഉണ്ടാക്കിയത് എല്ലാം പെങ്ങക്കാ. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതും കൂടെ അവർക്ക് കൊടുക്കാൻ പറഞ്ഞ എന്ത് ഉസ്താദ്, എന്ത് ന്യായമാണിത്? നിങ്ങളും ഇപ്പൊ അവരെ വശമായെന്ന് ചോദിക്കുക. അള്ളാന്റെ റസൂൽ പറഞ്ഞു നിന്റെ പെങ്ങൾ കല്യാണം കഴിപ്പിച്ച കൊടുത്താൽ നിങ്ങൾ പറയും ഇനി അളിയനും നീയായിട്ട് ആയിക്കോളാം, എൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വരരുത്. നല്ലൊരു അളിയനെ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുവയ്ക്കോ. അതെ, പിന്നെ നമ്മൾ ഇടപെടില്ല, അത് പാടില്ല. നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ പെങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഗൾഫിൽ നിന്ന് ചെന്ന് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കൊക്കെ നമ്മൾ സർവ്വതും കൊടുത്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവേ, എൻ്റെ വിരൽ തുമ്പ് പിടിച്ചു മദ്രസയിലേക്ക് നടന്നു വന്ന എൻ്റെ പൊന്നാര പെങ്ങൾ എന്റെ പ്രതീക്ഷ വെച്ചിട്ട് കഴിയുന്നു, ഞാൻ അവളെ കാണാൻ പോയില്ല റബ്ബേ, അത് തെറ്റല്ലേ? നിന്റെ പെങ്ങളെ കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മൂന്നാമത്തെ സ്ഥാനം നിന്റെ പൊന്നാര പെങ്ങളാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. 4 വഅഖാക, നിന്റെ സഹോദരൻ. എത്ര വളർന്നാലും എത്ര ഉയർന്നാലും ഈ 4 കല്ലാണ് അടിസ്ഥാനത്തിൽ വെക്കേണ്ടത് കുടുംബ ബന്ധത്തിന്റെ. അത് വീണാൽ സർവ്വതും വീണു, അത് തകർന്നാൽ സർവ്വതും തകർന്നു, രക്ഷയില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ ആ ബന്ധം പുലർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന റബ്ബി, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് വേണമെങ്കിൽ പള്ളിക്കകത്ത് നെറ്റി പൊട്ടുന്നത് വരെ സുജൂദ് ചെയ്യുന്നവരെ, പാതിരാ സമയത്ത് റൂമിൽ എല്ലാവരും കിടന്നിറങ്ങുമ്പോൾ എഴുന്നേറ്റ് ദിക്ർ ചൊല്ലുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന റിളൽ ഫാലിദി, ഉമ്മയുടെ പൊരുത്തമാണ്, വാപ്പയുടെ പൊരുത്തമാണ് അല്ലാഹുവിന്റെ പൊരുത്തം. മോനെ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി പൊന്നുമോനെ നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകുമെടാ എന്ന ഒരു വാക്ക് പറഞ്ഞ ആ പൊരുത്തം നിനക്ക് അല്ലാഹുവിന് തരാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സുഖത്തു റബ്ബ്, അല്ലാഹുവിന്റെ കോപമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദേഷ്യമുണ്ടല്ലോ, ഫീ സുഖത്തിൽ വാലിദി, ഉമ്മയുടെയും വാപ്പയുടെയും ദേഷ്യമാണ്. മോൻ പറയുന്നു, ഉമ്മ പറയുന്നു, മോനെ നീ രക്ഷപ്പെടൂലടാ, എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ, എനിക്കൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് നിന്റെ ഭാര്യയെ പോലും ഒന്ന് പറഞ്ഞു വിട്ടില്ലല്ലോ, ഞാൻ നിന്നോട് മിണ്ടില്ല, ഇനി നിന്റെ ഒരു സഹകരണവും എനിക്ക് വേണ്ട എന്നൊരു ഉമ്മ പറഞ്ഞ പൊന്നുമോനെ നീ നിന്ന് കത്തുന്ന തീപ്പന്തമായി പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഇനി ഒരു കാര്യം പറയുന്നു, അല്ലാഹുവേ, ഒറ്റ വരിയിലാണ് നബി തങ്ങൾ പറഞ്ഞത്, നബിയേ, ഞങ്ങളുടെ ഉമ്മായും ഉപ്പായും കുറിച്ച് അങ്ങൊന്ന് പറഞ്ഞു തരിക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുമാ ജന്നത്തുക വ നാറുക, അവർ രണ്ടുപേരും നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്, നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. ശരിയല്ലേ? നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ വിളിച്ചു പറയും, മിക്ക നമ്മുടെ മൂത്ത മകൻ ഇന്ന് എന്നെ നോക്കിയിട്ട് കണ്ണുരുട്ടി, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ, എനിക്ക് സഹിക്കുന്നില്ല, അവൻ രൂക്ഷമായിട്ട് എന്നെ നോക്കിയപ്പോ അല്ലാഹുവേ ഞാൻ ദഹിച്ചു പോവുകയാണ്. 5 വയസ്സുള്ള ഒരു കുട്ടി ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ രൂക്ഷമായി നോക്കിയപ്പോ എന്റെ മകൻ നന്ദി കെട്ടവനായി പോകുമോ എന്ന് ചിന്തിച്ച് പൊട്ടി തകർന്നു പോകുന്നതാണ് നമ്മുടെ യുവതിയായ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസ്ഥയെങ്കിൽ 25 വയസ്സുള്ള പൊന്നുമോൻ ഉമ്മയെ ചവിട്ടിയാൽ ആ ഉമ്മാടെ കൽബ് പൊട്ടിപ്പോകൂലേ? ചെറുപ്പക്കാരാ, തൃശൂർ ജില്ലയുടെ വാടാനപ്പള്ളിയിൽ കഴിഞ്ഞ റമളാൻ മാസത്തിന്റെ 3-ാമത്തെ പത്തിലല്ലേ അല്ലാഹുവേ പടച്ചവനെ ചവിട്ടിക്കൊന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ കഴുത്തിൽ കാല് വെച്ചിട്ട് അബ്ദുൽ ഹക്കീം എന്ന മകൻ ഉമ്മയെ ചവിട്ടിക്കൊന്നത് റമളാൻ മാസത്തിന്റെ 3-ാമത്തെ പത്തിലല്ലേ? പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഉമ്മയെയും വാപ്പയെയും നോക്കിയ വിഷയത്തിൽ ഒരു മാർക്ക് പോലും കുറയാൻ പാടില്ല. ഇനി പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, സത്യത്തിൽ ഞാനും ചിന്തിച്ചു പോയി, പടച്ചവനെ ശരിയല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? ഞാനും അതിൽ പെട്ടുപോയി, ഒന്ന് ചിന്തിച്ചു പോയി. എന്താണെന്നറിയോ? വളരെ ഗൗരവത്തോടെ പ്രത്യേകിച്ച് പ്രവാസികളും മക്കളുള്ളവരുമായും നിങ്ങൾ പഠിക്കേണ്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിരിക്കുന്നു, ജാഅൽ ഹസൻ വൽ ഹുസൈൻ യസ്ആ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ് നബി തങ്ങളുടെ അടുത്ത്.
ആരാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ മകളുടെ മക്കളാണ്, ചെറുമക്കളാണ്, കരളിന്റെ കഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ഓടി വന്നിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്നപ്പോ ഫലമ്മഹാ ഇലൈ, ആ രണ്ടു മക്കളെയും ചേർത്ത് വെച്ചിട്ട് കണ്ണ് നിറച്ചിട്ട് നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വാക്കിനെ നമ്മൾ പേടിക്കണം, ആ വാക്കിനെ നമ്മൾ പേടിക്കണം. ഫലമ്മഹാ ഇലൈ, ആ മക്കളെ ചേർത്ത് വെച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു. പേടിച്ചേ പറ്റൂ ആ വാക്കിനെ. സ്വഹീഹായ ഹദീസാണ്, സംഭവമാണ്. അല്ലാഹു ഞങ്ങളെ കാക്കണേ പടച്ചവനെ. പേടിയുണ്ട് സഹോദരങ്ങളെ, വല്ലാഹി പേടിയുണ്ട്. കാരണം ഈ കാട്ടിക്കൂട്ടലൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് കവറിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. സത്യസന്ധമായ നമ്മുടെ ജീവിതമാണ് അവിടെ നമുക്ക് രേഖപ്പെടുത്തുക. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മബ്ഖലത്തുൻ വ മജ്ബനത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നൽ വലദ മബ്ഖലത്തുൻ വ മജ്ബനത്തുൻ. എന്നാൽ എന്താ അർത്ഥം എന്നറിയോ? എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ ഞാൻ പിശുക്കനാകുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സഹാബികൾ ചോദിച്ചു, ഈ പിശുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, പിശുക്കെന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഉമ്മാക്കും കൂടപ്പിറപ്പുകൾക്കും കൊടുക്കാൻ ഇനി നിനക്ക് തോന്നൂല, നിനക്ക് കുഞ്ഞുണ്ടായാൽ. ഓ, എത്ര അർത്ഥവത്തായ വാക്കാണ്, ശരിയല്ലേ? ഹോസ്പിറ്റലിൽ നീ ചെല്ലുകയാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി. വൈഫ് പ്രസവിച്ച് കിടക്കുന്നു. കാണുമ്പോൾ ആ നിർവൃതിയുടെ ഒരു മുഖം, പ്രസവിച്ചു അൽഹംദുലില്ലാ. ലേബർ റൂമിലൊക്കെ വല്ലപ്പോഴും ലേബർ റൂമിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കണം. ആരെങ്കിലും പ്രസവത്തിനല്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ പ്രസവത്തിന് ആ കരച്ചിലൊന്ന് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കുന്നത് നല്ലതാ. അപ്പോഴേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ വെളിയിൽ സിഗരറ്റ് വിളിച്ച് എന്താ കളിയാ, ചിലപ്പോൾ ഇപ്പോൾ ശരിയാവും അല്ലേ, അങ്ങനെ നിൽക്കുക. എന്തായി? ആ മൊയിലാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ബദർമൂല് തോന്നാൻ പറഞ്ഞിട്ടുണ്ട്. അവന് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിഗരറ്റും വലിച്ച് ഇങ്ങനെ എന്നാ പോരാ, അതിന്റെ ഒരു ഏകദേശം നിലവിളി കേൾക്കാൻ പറ്റുന്ന ഒരു ഭാഗത്ത് പോയി നിൽക്കുന്ന നല്ലതാ. ഇന്നിപ്പോ കേരളത്തിലൊക്കെ ബോർഡ് കണ്ടു തുടങ്ങി, വേദനയില്ലാത്ത സുഖപ്രസവം എന്ന്. ഒരിക്കലും നിങ്ങൾ അതിനൊന്നും കൊണ്ട് നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോകരുത്. അങ്ങനെയൊക്കെ പല ബോർഡും കാണും. പലരും പറയും ഇച്ചിരി വേദനിക്കണമെന്നാണ്, ഇത്തിരി വേദനിക്കണം, എങ്കിലും ആ മക്കളുടെ ബന്ധവും വിലയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളും അറിയണം, നമ്മളും ടെൻഷൻ അടിക്കണം അല്ലേ, എങ്കിലല്ല ആ മക്കളോട് ഒരു വല്ലാത്തൊരു ബന്ധം അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കുഞ്ഞ് എനിക്കുണ്ടായാൽ എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും എന്റെ കൂടപ്പിറപ്പുകൾക്കും പിന്നെ കൊടുക്കുന്നത് കുറയും. മബ്ഖലത്തുൻ, പിശുക്കുണ്ടാവുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എത്ര ശരിയായ ഒരു സൈക്കോളജിക്കൽ വാക്കാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മനഃശാസ്ത്രജ്ഞന്മാരുടെ ക്ലാസ്സൊക്കെ ഹദീസിൽ നിന്നുണ്ടായതാ, അവരാരും ചിന്തിച്ചുണ്ടാക്കിയൊന്നുമില്ല. ഒക്കെ സ്വഹീഹായ ബുഖാരിയുടെ ഹദീസുകളാ. ആരും ആലോചിച്ച് തലമുണ്ടാക്കി എടുത്തതൊന്നുമല്ല. നിങ്ങൾ ഏത് വാക്കുകൾ പരിശോധിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ പിന്നെ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കാൻ നിനക്ക് മതി വരില്ല, കൊടുക്കാൻ നിനക്ക് മനസ്സ് വരില്ല. ഇത്ര മതിയെന്ന് പറഞ്ഞ് പിശുക്ക് കാണിക്കും. എത്ര ശരിയായ വാക്കാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാൻ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടു, കുഞ്ഞിന് മുത്തം കൊടുക്കുമ്പോൾ ഭാര്യ പതുക്കെ ഇങ്ങനെ ചെവിയിൽ പറയും, പിന്നെ പഴയതുപോലെ ഇനി കളിച്ച് തിരിച്ച് നടന്നാൽ പറ്റൂല, പൈസ ഒക്കെ ഇനി അടിച്ചു പൊളിച്ച് തീർക്കരുത്, മോനെ പഠിപ്പിക്കണം, എഞ്ചിനീയർ ആക്കണം, നമ്മൾ ആഗ്രഹമൊക്കെ നടത്തണ്ടേ, അതുകൊണ്ട് ഇനി എന്ത് കിട്ടിയാലും ഉമ്മാ വാപ്പാന്ന് പറഞ്ഞുകൊണ്ട് കേറ്റരുത് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് തരുന്നതോടുകൂടി കുടുംബ ബന്ധം ടീം. ഒരു കുഞ്ഞ് ജനിച്ചാൽ മതി, കഴിഞ്ഞു കഥ. ശരിയല്ലേ? നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, ഞാൻ അനുഭവിക്കണം, എനിക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര കുടുംബജീവിതം പറഞ്ഞ് മുസ്ലിയാരൊക്കെ റാഹത്തിലാതാ. ഇത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള സ്വഭാവാ. അല്ലാതെ ഇപ്പൊ മൗലവിമാരും തങ്ങന്മാരും മാത്രം കെട്ടിയത് മലക്കുകളൊന്നുമില്ല. നമ്മൾ അനുഭവിക്കണം, നമുക്കെല്ലാം അറിയുള്ളൂ. പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളതാ. ഇത് ഓരോ പെണ്ണിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ, ഓരോ പെണ്ണിന്റെ സ്വഭാവമാണ്. അർഹമുറഹീമായ പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പിശുക്കുണ്ടാവും, നമുക്ക് ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ നമുക്ക് തോന്നില്ല. നബിതങ്ങൾ പറഞ്ഞതല്ലേ, ഭാര്യമാരെ നമ്മളോട് പറയും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഉമ്മയുടെ വിഷയത്തിൽ കുറയ്ക്കരുത്. ഇന്നലത്തെ വാളിൽ സുബ്ഹാനല്ലാഹ്, ഇന്നലെ കോഴിക്കോട് അരയടത്തു പാലത്ത് വലിയൊരു മജ്ലിസ് അവിടെ പ്രസംഗിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഒരു വലിയൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. 10 മിനിറ്റ് ഉസ്താദ് പ്രസംഗിച്ചു, ഒരു കസേര ഇട്ടിട്ട് ഒരു ഡയറി കൊണ്ടുവന്നിട്ട് ഹദീസൊക്കെ. അതാണ് ആലിമീങ്ങൾ. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ഒരു സഹോദരൻ ഒരു മൊബൈലിലെ ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് എൻ്റെ മുമ്പ് കരയാണ്. ഒരു സഹോദരൻ,
ഞാൻ നോക്കിയപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് ചന്തയിൽ നിന്ന് മീൻ വാങ്ങണ രംഗാണ്. ഒരു കവർ വെച്ചിട്ട് പോയി ഇങ്ങനെ മീൻ ഇങ്ങനെ വില പറയാണ്. ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഈ ഉസ്താദിനൊരു വാക്കു പറഞ്ഞാൽ ഉസ്താദിന്റെ വീട്ടിന്റെ അകത്ത് സ്വർണ്ണ മത്സ്യങ്ങളെ ഞങ്ങൾ കൊണ്ട് കൊടുക്കൂലേ? എന്തിനാണ് ഈ പൊരിവയിലത്ത് കമ്പോളത്തിൽ പോയി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അതാണ് ഞങ്ങളുടെ ഉസ്താദുമാരെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ മരിക്കുന്നത് വരെ അല്ലാഹ് നിനക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അതൊരു വല്ലാത്ത ഇസ്സത്ത് തന്നെയാ പ്രിയപ്പെട്ടവരെ, ആർക്കും ലഭിക്കാത്ത ഒരു ഇസ്സത്ത് തന്നെയാണ്. ആ ബഹുമാനപ്പെട്ട ഒരു ഡയറി കൊണ്ടുവന്നിട്ട് നബി തങ്ങളുടെ മൗലിദിനുള്ള സ്വഹിയായ കുറെ ഹദീസുകൾ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഈ ഹദീസ് കേട്ടല്ലോ, ഇത് ഇന്ന സ്ഥലത്തുള്ളതാണ്, തിർമിദിയിലുള്ളതാണ്, ദറസിൽ മക്കൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തെടുത്ത് കൊടുക്കാൻ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. നിങ്ങൾ ഈ കലണ്ടർ നമ്മുടെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒക്കെ പൊരുത്തമുള്ളൊരു കലണ്ടറാണ്. ഇത് വന്നാൽ ഒരു 10-15 ഒക്കെ കൊടുത്ത് നിങ്ങളത് വാങ്ങണം. അല്ലേ, ദിർഹമല്ലേ, 10 ദിർഹം ഇൻഷാ അല്ലാഹ് കൊടുത്ത് വാങ്ങും. സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. വേറെ പ്രത്യേക സാമ്പത്തിക കളക്ഷനൊന്നുമില്ല. ഇത് കൊണ്ടുവരുമ്പോൾ ഇതൊന്ന് വാങ്ങിയരേ, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. എല്ലാവരും ഓരോന്ന് വാങ്ങിയരേ. ഇപ്പോൾ ഇതിനിടയിൽ വാങ്ങാൻ പറ്റാത്തവർ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും വാങ്ങണം. അതിനിടയിൽ തടസ്സമാവുന്നുള്ളവർ വാങ്ങാതിരുന്നാലും പ്രശ്നമില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ ഒരെണ്ണം വാങ്ങണം. അത് സമസ്തയുടെ സമ്മേളനം, സത്യധാര, ഗൾഫ് സത്യധാര, ഈസാ TV അതിൻ്റെയൊക്കെ പരസ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നമ്മുടെ ചുമരിൽ, നമ്മുടെ റൂമിൻ്റെ ചുമരിൽ, നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. അൽഹംദുലില്ലാ, ഇത് ഉസ്താദുമാരുടെ ദുആയുള്ളതാണ്. ഇത് വെറുമൊരു സാമ്പത്തികത്തിന് വേണ്ടിയുള്ളതല്ല. ചെറുശ്ശേരി ഉസ്താദും സൈനുൽ ഉലമയും ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒക്കെ പൊരുത്തമുള്ള ഒരു കടലാസാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അപ്പോ നമുക്കെന്താണ് അങ്ങനെ തോന്നില്ല, കൊടുക്കാൻ തോന്നില്ല. നമ്മളോട് പറയും നമ്മുടെ ഭാര്യ, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണ് കാണുക, അങ്ങനെയാണ് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നവ മജ്ബനത്തുന്നതേ, ഭീരുവാണ്, പേടിയാണ് പ്രിയപ്പെട്ടവരെ, പേടിയാണ്. മക്കളുണ്ടായ പിന്നെ പേടിയാണ്. കുറവ് വരുത്തല്ലേ. ആ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഇന്നലെ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ ഓർത്തു പോകുന്നു. ഒരാൾക്കൊരു 10 രൂപ കൊടുത്താൽ, 1 ദിർഹം കൊടുത്താൽ, 1 ദിർഹം ഒരാൾക്ക് കൊടുത്താൽ, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അയാൾ ആരോഗ്യമുള്ളവനാണ്, പക്ഷെ ഒരു പ്രയാസം വന്നു. ആരോഗ്യമുള്ള ആളാണ്, ഒരു പ്രയാസം വന്നു. അങ്ങനെ 1 ദിർഹം നിങ്ങൾ കൊടുത്താൽ 10 നന്മ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്നാൽ സുഖമില്ല, ആ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാളിനാണ് 10 ദിർഹം നിങ്ങൾ കൊടുത്തതെങ്കിൽ, 1 ദിർഹം നിങ്ങൾ കൊടുത്തതെങ്കിൽ 100 നന്മ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറയുകയാണ് ഹദീസ്, അല്ലാഹുവേ, അത് നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ളവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 900 നന്മ കിട്ടും. 100-ൽ നിന്നും പിന്നെ 900-ലേക്ക് മാറി. കുടുംബത്തിനകത്താവുമ്പോൾ ആദ്യം വെളിയിലുള്ള ആരോഗ്യമുള്ള മനുഷ്യന് 1 രൂപ കൊടുത്താൽ 10 നന്മ. ഇനി പുറത്തുള്ള അർഹതപ്പെട്ടവനാണ് കൊടുക്കുന്നതെങ്കിൽ 100 നന്മ. കുടുംബത്തിനകത്തുള്ള അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ 900 നന്മ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അത് ഉമ്മാക്കാണ് കൊടുക്കുന്നതെങ്കിലോ 9 ലക്ഷം നന്മ എന്നാണ്. ഉമ്മാക്ക് 1 രൂപ കൊടുത്താൽ കിട്ടുന്ന കൂലി അത് എന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ കിട്ടൂല. അപ്പൊ ഭാര്യമാര് പറയും, ഇയാളെ വാതയാക്കാൻ വേണ്ടി ഇവിടെ വന്ന് കയറി ആകെ കുഴപ്പമായി, ആ കിളവിയെ പിടിച്ചിട്ടാണ് ഇവിടെ വന്നപ്പോൾ കിളവിക്ക് വേണ്ടിയുള്ള വാളായല്ലോ റബ്ബ്. അങ്ങനെ പറയരുത്. സംഭവം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടൂല എന്നല്ല ഈ പറഞ്ഞത്. ഒരു മകനും ഉമ്മയും നിങ്ങളുടെ മക്കളെ വെച്ച് നോക്കിയാൽ മാത്രം മതി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഉമ്മയോട് എത്ര ബാധ്യതയുള്ളവരാകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴാ? അല്ലേ, ഇന്നിവിടെ നമ്മുടെ അബുദാബി എയർപോർട്ടിലെ ക്യൂല് നിൽക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരിയുടെ കയ്യിലിരുന്നിട്ട് കുഞ്ഞ് കരച്ചില, ഏറ്റവും പുറകിലാണ് അവർ നിന്നത്. അപ്പോ പാസ്പോർട്ട് നോക്കാനിരുന്ന ആള് ആ പ്രിയപ്പെട്ട സഹോദരിയെ മാത്രം വിളിച്ചിട്ട് അത് പെട്ടെന്ന് അടിച്ചു. എന്തുകൊണ്ടാണ്? ഈ കുഞ്ഞിന്റെ കരച്ചിൽ ലോകത്തെവിടെയും അതൊരു വല്ലാതെ മനസ്സിൽ തട്ടുന്നതാണ്. അത് ഏറ്റവും അധികം തട്ടുന്നത് ഉമ്മാക്കല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് പാസ്പോർട്ട് അടിച്ചിട്ടാൻ വേണ്ടി നുള്ളിയതുമായിരിക്കും, അത് വേറെ കാര്യം. ഇത്രയും ക്യൂ നിൽക്കുന്ന കാലം നല്ലത് കുഞ്ഞൊന്ന് കരയട്ടെന്ന് വിചാരിച്ചു ചിലപ്പോൾ ചെയ്തായിരിക്കും, പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലമല്ലേ. ഏതായാലും അവർ വിളിച്ചു. ആ കാരുണ്യം എയർപോർട്ടിൽ ഇരിക്കുന്നവർ ചെയ്തു എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ എന്ത് ചെയ്യരുത്? പിശുക്ക് ആ വിഷയത്തിൽ കാണിക്കരുത്.
നമ്മൾ കൊടുക്കണം. പക്ഷെ ആ മക്കൾ വന്നതുകൊണ്ട് അവനിപ്പോ എന്നെ നോക്കുന്നില്ല, അവൻ എന്നെ പരിഗണിക്കുന്നില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റഹിമ അൻഫുഹു റഹിമ അൻഫുഹു റഹിമ അൻഫുഹു, മൂക്കുകുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടട്ടെ അവനെന്ന് മുത്ത റസൂൽ പറഞ്ഞു. ആരാ? എനിക്ക് മക്കളുണ്ടാകുമ്പോ എന്റെ ഉമ്മയും എന്റെ വാപ്പയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളോടുകൂടി എന്തെടുത്തുണ്ട്, പക്ഷേ സുമ്മലം യദ്ഖുൽ ജന്നാ, ആ ഉമ്മാക്കും ഉപ്പാക്കും ഹിദ്മത്ത് ചെയ്തുകൊണ്ട് സ്വർഗ്ഗം നേടാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഉമ്മായും വാപ്പായെ സ്നേഹിക്കാൻ മക്കളാണ് തടസ്സം, ചില സ്ഥലത്ത് ഭാര്യയാണ് തടസ്സം. ചില സ്ഥലത്ത് ഭാര്യയാണ് തടസ്സം. ഒറ്റ ഹദീസ് പറയുന്നുണ്ട്, ഉമ്മയെക്കാളും വാപ്പയെക്കാളും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നവർ അറിയാൻ വേണ്ടി ഒറ്റ ഹദീസ്. അത് മാത്രമേ പറയുന്നുള്ളൂ. അത് കൂടുതൽ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഒരെണ്ണം മാത്രമേ പറയുള്ളൂ. അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭാര്യ എന്നോടൊപ്പമാണ്. എൻ്റെ ഉമ്മാടെ അടുത്തും എൻ്റെ വാപ്പാടെ അടുത്തും ഒരു വളരെ കുറച്ച് കാലം നിന്നിട്ടുള്ളൂ. കാരണം എന്താ, ഞാൻ പള്ളി ഖിദ്മത്തിന് പോകുമ്പോൾ എനിക്കെപ്പോഴും വീട്ടിൽ വരാൻ പറ്റില്ല. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പള്ളിയിലൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ താമസം, മക്കളും കുടുംബമൊക്കെ അവിടെയായിട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മയുടെ ബന്ധവും സ്നേഹവും പഠിച്ച ഞാൻ ഉമ്മയെ അവഗണിക്കാനും ഉമ്മയെ ഒഴിവാക്കാനും ഞാനോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാലാകാലം ഉമ്മ കിടക്കുന്ന വീട്ടിലേക്ക് കിടക്കൂ എന്ന് വാശി പിടിക്കലല്ല കുടുംബബന്ധം. മറിച്ച് എത്ര ദൂരത്താണെങ്കിലും ആ ബന്ധത്തിന്റെ വീര്യവും വിലയും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് ആരെങ്കിലും ഒരു സ്ഥാനം കൂടുതൽ കൊടുത്താൽ പ്രയാസം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ. മംഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് ആരെങ്കിലും ഒരു പദവി സ്ഥാനം കൂടുതൽ കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്. ഉമ്മയേക്കാൾ ഒരു പദവി സ്നേഹം നിന്റെ ഭാര്യയ്ക്ക് കൂടുതൽ കൊടുത്താൽ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. ചില സമയത്തെങ്കിലും അങ്ങനെ തോന്നിപ്പോകും. പടച്ചവനെ കാക്കണേ അല്ലാഹ്, കാക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മയും വാപ്പയും പ്രായം ചെന്നവരല്ലേ, അവർക്ക് പല വിഷമങ്ങളും വരില്ലേ, അവർക്ക് പ്രായാധിക്യത്തിന്റെ പല ബുദ്ധിമുട്ടുകളും വരില്ലേ, പ്രായം കൂടുമ്പോ പലതും മറന്നുകൊണ്ട് അവർ സംസാരിക്കില്ലേ. ആ സംസാരത്തിന്റെ പേരിൽ അവരോട് പിണങ്ങിക്കഴിയല്ലേ, അവരോട് പിണങ്ങിക്കഴിയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ പിണക്കാൻ നീ പരിശ്രമിക്കല്ലേ. അപ്പൊ പിന്നെ ചില സഹോദരിമാര് പറയും, ഉസ്താദേ അത്ര കഷ്ടപ്പാടാണ് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ. നിങ്ങൾ പറയും, ശരിയാണ് ഉസ്താദേ, എന്റെ ഭാര്യ എന്റെ കൺട്രോളിൽ കിട്ടുന്നില്ല. അതിന് നിങ്ങളറിയോ, 3 മനഃശാസ്ത്രജ്ഞന്റെ 3 കണ്ടെത്തലുകൾ ഞാൻ പറഞ്ഞു തരാം. ഈ 3 കാര്യം നിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ ചെയ്താൽ ഭാര്യ അകന്നു പോകൂല, ഭർത്താവ് അകന്നു പോകൂല, കുടുംബം അകന്നു പോകൂല, എപ്പോഴും അടുത്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ അടുത്തുകൊണ്ടിരിക്കും. ഈ മരുന്ന് നിങ്ങളുടെ കുടുംബത്തിലൊന്ന് പ്രയോഗിച്ചു നോക്കുക. 3 കാര്യം. ഈ 3 കാര്യം നിങ്ങളുടെ ഭാര്യയുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളുടെ ഉമ്മയോട് പിണങ്ങണം എന്ന് ഭാര്യ ഒരിക്കലും പറയൂല. നമ്മുടെ ബന്ധം അടുത്തു തന്നെ ഇരിക്കും, അകലില്ല. ഈ 3 കാര്യം 100 മാർക്ക് നിങ്ങൾ ആ വിഷയത്തിൽ വാങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കല്യാണം കഴിക്കാത്തവരുണ്ട്, ഗൾഫുകാർക്ക് നാട്ടിൽ പെണ്ണിട്ടോളം എന്ന് പറഞ്ഞിട്ട് 2 വർഷം നിൽക്കാൻ വേണ്ടി വന്ന് കട്ടയും പോടും മടങ്ങിയവരുണ്ട്. എന്നാലും ശരി, ശ്രദ്ധിച്ചോ, 3 കാര്യം ഭാര്യയുടെ വിഷയത്തിൽ 100 മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ ഭാര്യ ഒരിക്കലും നിങ്ങളുടെ ഉമ്മയോട് പിണങ്ങണമെന്ന് നിങ്ങളോട് പറയൂല. ഉമ്മയോട് പിണങ്ങിയാൽ കഴിഞ്ഞു കഥ, ബന്ധം തകരും, സർവ്വബന്ധങ്ങളും തകരും. ഉമ്മാടെ ഉപ്പാടെ ബന്ധം മാത്രമല്ല പറയാനുള്ളത്, മറ്റു ബന്ധങ്ങളുണ്ട്, സമയം പോലെ പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 3 വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാര്യയെ കുപ്പിയിലാക്കാനുള്ള 3 മരുന്നാണ്. അപ്പൊ മുകളിലിരിക്കുന്ന ഭാര്യമാര് പറയും, ഇത് ഐഡിയപരമായിട്ട് ഉസ്താദ് പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ വീടില്ല. അങ്ങനല്ല, ഇത് യഥാർത്ഥത്തിൽ നിങ്ങളും നമ്മളും അറിയേണ്ട കാര്യമാണ്. അങ്ങനെ വെറും ഒരു ഹിക്കുമത്തും തന്ത്രമൊന്നുമല്ല. 1, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, സ്വഹീഹാര ഹദീസുകൾ മുൻനിർത്തിയിട്ട് കുടുംബജീവിതത്തിന്റെ ചർച്ചയിൽ മഹത്തുക്കൾ പറയുകയാണ്. 1, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും നിന്നോട് സംസാരിച്ചാലും ക്ഷമയോടുകൂടി പറഞ്ഞു തീരുന്നത് വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് പെണ്ണിന് അല്ലാഹുവിനെ പോലെ ഇഷ്ടമാണെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. ഭാര്യ സംസാരിച്ചാൽ തീരുന്നത് വരെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. 1, ശരി ശരി ശരി, ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്.
വല്ല ചിലവുണ്ടോ? ഇത് കേട്ടോണ്ടിരുന്നാ പോരെ. ഇതങ്ങോട്ട് ചെന്ന് ഇക്കാ പിന്നെ തീർന്നു. അതോടുകൂടി കഴിഞ്ഞു സംഭവം. അതോ കഴി ശരി അവരൊന്ന് ഇരിക്കണം. ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഉമ്മ അങ്ങനെ ചെയ്തു, ശരി 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 ഇൻഷാ അല്ലാ നമുക്ക് ശരിയാക്കാം, ഞാനല്ലേ ഉള്ളൂ നിനക്ക്, നീ പറഞ്ഞോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാക്ക് പറഞ്ഞില്ലേ നിങ്ങളെന്തെങ്ങനെ ഭൂതത്തെ പോലെ കേട്ടോണ്ട് ഇങ്ങനെ തിരിച്ചു ചോദിക്കും, പിന്നെ മിണ്ടാൻ പറ്റില്ല, കുടുംബ കലാവും. അകത്താൻ വന്നതല്ല ബന്ധം, ചേർക്കാൻ വന്നതാ. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാ. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിനകത്ത് കിടന്ന് പൊടിച്ച് പരാതി പറഞ്ഞപ്പോൾ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റോഡിലൂടെ പോയിട്ട് കേട്ടു, ചാടി കയറി ഒരൊറ്റ അടി ആയിഷ റളിയല്ലാഹുവിനെ നബി തങ്ങൾ കയറി ഇങ്ങനെ ഒറ്റപ്പെടുത്താ. നബി തങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ കുടുംബകാര്യം, നീ ഇടപെടേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോ ഇത്ര സഹനത്തോടെ കേട്ടുകൊണ്ടിരുന്ന, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഭാര്യ പറയുന്നത് കേൾക്കണം. നിങ്ങൾക്കത് ഇഷ്ടമല്ലേ സഹോദരിമാരെ? അള്ളാഹുവെ, ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ച എൻ്റെ ഭർത്താവ് കേട്ടുകൊണ്ടിരുന്ന ഉസ്താദെ, എന്തൊരു സമാധാനം എന്ന് അറിയോ, എനിക്ക് സ്വർഗം കിട്ടിയ പോലെ. ഇത് ഭാര്യ ഇടന്ന അലയ്ക്ക് നമ്മൾ മൊബൈൽ നോക്കി ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ഹലോ, നമ്മൾ എൻ്റെ ബിസിനസ് ഡീലും കാര്യങ്ങളൊക്കെ പോലെ കേൾക്കണം. ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടുത്തിരുന്ന പറഞ്ഞു അങ്ങനെ കേൾക്കണം. ഇതൊരു ഏറ്റവും വലിയൊരു തന്ത്രമാണ്, സത്യസന്ധമായ തന്ത്രമാണ്. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവൾക്ക് വീട്ടിനകത്ത് നിന്റെ മുന്നിൽ തുറന്നു, അവൾക്ക് വേറെ ആരാണുള്ളത്? ആരെടുത്ത് പോയി പറയും? നിങ്ങൾ ആലോചിച്ചേ, ആരോട് പറഞ്ഞാലും നിങ്ങളോട് പറയുന്ന പോലെ ഒരു മാനസിക സന്തോഷം അവർക്ക് കിട്ടൂല. അപ്പൊ ഒന്നതാണ്. രണ്ടെന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളവർക്ക് പ്രതീക്ഷിക്കാതിരിക്കുമ്പോ ഏറ്റവും വലിയ സന്തോഷം കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാതെ ഒരു സന്തോഷം ഇടയ്ക്ക് കൊടുക്കണം. പ്രതീക്ഷിക്കാത്ത സന്തോഷം. നിങ്ങൾ ഫോൺ വിളിച്ചു, നാട്ടിൽ എങ്ങനെയുണ്ട്, മോൻ എങ്ങനെയുണ്ട്, റിസൾട്ടൊക്കെ വന്നോ? റിസൾട്ട് വന്നു വെക്കുക, എല്ലാത്തിനും A+, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ മോന്റെ ഫോൺ കൊടുത്തു, മോനെ വാപ്പച്ച് വരുമ്പോ ഗിയർ സൈക്കിൾ വാങ്ങിത്തരാം, അടിപൊളി, അങ്ങനെ പറയരുത്. മറിച്ച് എന്ത് ചെയ്യണം? മോൻ എല്ലാ വിഷയത്തിനും A+ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയണം, അങ്ങനെ മോൻ A+ വാങ്ങിയെങ്കിൽ ഈ വർഷത്തെ എൻ്റെ സമ്മാനം നിനക്കുള്ളതാണ്. ഉമ്മയല്ലേ മോനെ ഇങ്ങനെ ആക്കിയത്, ഉമ്മാക്കൊന്നുമില്ല. മോന് സൈക്കിള്, മൊബൈല്, ടാബ്, അത് ഉമ്മാക്ക് വാങ്ങിക്കൊടുക്കണം. സമ്മാനം കൊടുക്കേണ്ടത് ഉമ്മാക്കാണ്. രണ്ടാമതാണ് മോന്. ഇന്നുവരെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? മോന് മദ്രസയിൽ സമ്മാനം വാങ്ങി, സ്കൂളിൽ സമ്മാനം വാങ്ങി, അതിന്റെ പേരിൽ നിനക്കിരിക്കട്ടെ മുത്തേ എന്ന് പറഞ്ഞിട്ടൊരു സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അത് കൊടുത്തു നോക്കിയേ. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു സന്തോഷം നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് കാണിക്കും. നിങ്ങൾ ചെയ്തു നോക്ക്, എന്നിട്ട് നിങ്ങൾ പറയേ, ഇനി വരുമ്പോൾ നിങ്ങൾ പറയേ, വല്ലാഹി ഉണ്ടാവും, ഉറപ്പാണ്. പെണ്ണിന്റെ മനസ്സങ്ങനെയാണ്. ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്തെല്ലാം കൊണ്ടു കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അലിയാരിതങ്ങൾ എന്തെല്ലാം കൊണ്ടു കൊടുത്തു. എന്തേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം ഇങ്ങനെ ഭാര്യ പറയുന്നത് മാത്രം വാങ്ങിക്കൊടുക്കാൻ നിൽക്കാറ്. പറയാൻ സാധ്യതയുള്ളത് പറയുന്നതിന് മുമ്പ് വാങ്ങിക്കൊടുത്താൽ ലോകത്താ പെണ്ണ് നിന്നെ മറക്കൂല, നിന്നെ വെറുക്കൂല. നിന്റെ ഉമ്മയോട് പിണങ്ങണമെന്ന് അവൾ നിന്നോട് പറയൂല. അതിനു മുമ്പേ ഉള്ള സർവ്വകാര്യങ്ങളും നീ ചെയ്തു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. എന്നാ ഒന്നും ചെയ്യൂല. അല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ അവൾ വിചാരിക്കും എനിക്ക് തരാത്തത് അയാൾക്ക് ഉമ്മയോട് സ്നേഹം കൂടുതൽ. അപ്പൊ ഇങ്ങനെ വിഷം കൂടി വരും. അള്ളാഹു കാക്കട്ടെ. അപ്പോ പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം പറയരുത്. ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, നിനക്ക് എന്തൊക്കെ വേണം? അപ്പോൾ അവള് പറയും സാരി വേണം, അത് വേണം, ഇത് ഒക്കെ പറയും. പക്ഷേ അതൊക്കെ വാങ്ങിയതിന്റെ കൂട്ടത്തിൽ അവൾ പറയാതെ പ്രധാനപ്പെട്ട ഒരു സാധനം, 1 പവന്റെ ഒരു വള. അൽഹംദുലില്ലാ. സാറേ അത്രയും വേണോ? നല്ല ഇരിക്കട്ടെ, എന്റെ ഭാര്യക്കല്ലോ, നിങ്ങളുടെ ഭാര്യക്കല്ലേ, ഇരിക്കട്ടെ, നഷ്ടമില്ലല്ലോ, നിങ്ങൾക്ക് ആവശ്യത്തിനിടയ്ക്ക് വിൽക്കാലോ, ഈ സന്തോഷത്തിന് ഇരിക്കട്ടെ. അത് അവളോട് പറഞ്ഞില്ല. അല്ലാതെ സ്വർണ്ണക്കടക്കാരുടെ എടേ വള വാങ്ങട്ടെ, അത് മാറണോ അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ അത് നഷ്ടപ്പെട്ടില്ലേ, പിന്നെ അതിൽ കാര്യമില്ല. പറയരുത്. സാരിയും ഷാളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു, പർദ്ദയൊക്കെ വാങ്ങിക്കൊണ്ട്, അതേ പറയാവൂ. വളയുടെ കാര്യം പറയരുത്. അങ്ങനെ പറയരുത്. അതിങ്ങനെ വീട്ടിൽ ചെന്ന് പെട്ടിയൊക്കെ പിടിച്ച് എല്ലാം കൊടുത്തതിന് ശേഷം സെപ്പറേറ്റ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാ, ഇങ്ങോട്ട് വാ എന്തൊക്കെ ഇങ്ങോട്ട് വാ പറയട്ടെ, ഇത് കണ്ടോ, എന്താ നിനക്കുള്ളതാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കിയ സുബ്ഹാനല്ലാഹ്, അവള് പൊട്ടിക്കരയും. ഇത് നിനക്കുള്ളതാ, ഇത് ആരും അറിയണ്ട, ഇരിക്കട്ടെ. എൻ്റെ ജീവിതം നോക്കുന്നവളല്ലേ, എൻ്റെ മക്കളെ നോക്കുന്നവളല്ലേ, എന്ത് സന്തോഷമാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഇണകളെ ത്വലാഖ് ചെല്ലുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസ കറക്റ്റിന് നോക്കി
നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രയാസം വന്നെന്നറിഞ്ഞാൽ നാട്ടിൽ ഭക്ഷണം കഴിക്കാറ് പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. റബ്ബേ, ഒരസുഖവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരസുഖവും നീ കൊടുക്കല്ലേ അല്ലാ. വളരെ ശ്രദ്ധിക്കണം. കിളിമാനൂരിപ്പ് നടന്ന ആത്മഹത്യ നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ലാഹുവേ ഞങ്ങളെ കാക്കണയല്ല. ബന്ധത്തിന്റെ വിലയറിയില്ല, ബന്ധത്തിന്റെ വിലയറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടെന്തോ തകരാറ് വന്നപ്പോ വസ്തുവുണ്ട്, കൊട്ടാരമുണ്ട്, സ്വർണമുണ്ട്, ആഭരണങ്ങളുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. 3 മക്കളെയും കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ആത്മഹത്യ ചെയ്യാൻ വരികയാണ്. അല്ലാഹുവേ, 2.5 വയസ്സുള്ള പ്രിയപ്പെട്ട തങ്കക്കുടത്ത് എടുത്തിട്ട് രാത്രിയിൽ ആ 2 മക്കളെയും കൊണ്ട് നടന്നു വരികയാണ്. ആറ്റിങ്ങൽ പാലത്തിന്റെ മുകൾ ഭാഗത്ത് വന്ന് 7 വയസ്സുള്ള 4 വയസ്സുള്ള ആ മക്കളോട് പറയുന്ന, മക്കള് ഇനി ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ജീവിക്കാൻ കഴിയില്ല, വാപ്പച്ചി ഗൾഫിലെന്തോ വലിയ കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, ഉമ്മച്ചി കുഞ്ഞു വാവയും കൊണ്ട് പുഴയിലേക്ക് ചാടാൻ പോവുകയാണ്. ആദ്യം ഉമ്മച്ചി കുഞ്ഞു വാവയെ പുഴയിലേക്ക് എറിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചി ചാടും. പിന്നെ മക്കളെ നിങ്ങൾ ചാടണമെന്ന് പറഞ്ഞപ്പോ ആ മക്കൾ പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ, ഞങ്ങളുടെ തങ്കക്കുടപ്പേറിയല്ലേ, ഞങ്ങളുടെ പൊന്നുമോളേറിയല്ലേ. ഉമ്മാടെ കയ്യിൽ നിന്ന് വാങ്ങി 7 വയസ്സുള്ള 4 വയസ്സുള്ള മക്കള്, ആ മക്കള് ആ കുഞ്ഞുവാവയെ കൃപ്പിക്കുന്ന മക്കള്, ആ കുഞ്ഞുവാവയെ ചിരിപ്പിക്കുന്ന മക്കള്, അതിന്റെ കവളത്ത് ദുരിതരെ ഉമ്മ കൊടുത്തിട്ട്, ആ പ്രിയപ്പെട്ട മുത്തം കൊടുത്തിട്ട് മക്കളുടെ കയ്യിൽ നിന്ന് 2 വയസ്സുള്ള കുഞ്ഞിന് റോസാ പൂ പോലിരിക്കുന്ന പെൺകുഞ്ഞിനെ വാങ്ങിയിട്ട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ചാടുമ്പോ ഉമ്മറിയില്ല ബന്ധത്തിന്റെ വില. ആ മക്കൾ പേടിച്ചു പോയി, ആ മക്കൾ ചാടിയില്ല. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മക്കളെ കണ്ട് ആരോ വന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ഞങ്ങളുടെ ഉമ്മച്ചിയും മാവയും പുഴയിലേക്ക് ചാടിയിരിക്കുകയാണ്. അല്ലാഹുവേ, ബന്ധത്തിന്റെ വില മനസ്സിലാക്കാനുള്ള കഴിവ് തരണയല്ല. ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ എല്ലാം മറന്നിട്ട് പുഴയിലേക്ക് എടുപ്പ് ചാടുന്ന, ഞരമ്പ് മുറിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ പടച്ചവനെ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ, ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. എന്നും ഖുർആൻ ഓതാൻ പറയണം. ഭാര്യയോട് തമാശയല്ല. സീരിയലും സിനിമയും കണ്ടുകൊണ്ടിരുന്ന് നശിപ്പിച്ച ജീവിതം എന്ന് ഖുർആൻ ഓതാൻ പറയണം, എന്ന് ദിക്ർ ചൊല്ലാൻ പറയണം, എന്ന് സ്വലാത്ത് ചൊല്ലാൻ പറയണം. മക്കൾ ഇറങ്ങുമ്പോഴുള്ള ദിക്ർ, ഉണരുമ്പോഴുള്ള ദിക്ർ ഒക്കെ പഠിപ്പിക്കണം. ദീനുള്ള കുടുംബമാവണം. ഇല്ലെങ്കിൽ പിശാചു മനസ്സിന്റെ അകത്ത് കടന്ന ഫോണിലൂടെ ഒരു വാക്കുമതി പ്രിയപ്പെട്ടവരെ സർവ്വതും തകരാൻ അവര് കളഞ്ഞിട്ട് പോകും. ഓടിച്ചെന്ന് ആസ്വദിപ്പിക്കാൻ നിങ്ങൾ കടലിനക്കരയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈമാനുള്ള കുടുംബമാണെങ്കിൽ കൽബിൽ ശൈത്താൻ കയറൂല. നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ഖുർആനോദലും ഒക്കെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നീ പരിശ്രമിക്കണം. കുടുംബബന്ധം തകരുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഭാര്യമാരുടെ ഉമ്മമാർ. അവർ ഈ ഭാര്യയോട് പറയും, എന്തായാലും നിന്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഭർത്താവിനെ വലയിൽ വീഴ്ത്തിയേ പറ്റൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇനി ഉമ്മാക്കും ഉപ്പാക്കും കൂടപ്പിറപ്പുകൾക്കും കൊടുക്കുന്നത് കുറച്ചു കൊണ്ടുവരണം. ഇനി നമുക്ക് ജീവിക്കണ്ടേ മോളെ, നിനക്കൊരു കുടുംബം വേണ്ടേ, നിനക്ക് മക്കളുണ്ടാവില്ലേ, അതുകൊണ്ട് അവൻ ഇച്ചിരി ഉമ്മാക്ക് കൂടുതൽ കൊടുപ്പ് ഇച്ചിരി കൂടുതലാണ്, അത് നിർത്തണം. ഇത് ഭാര്യമാരുടെ ഉമ്മമാർ മക്കളുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തതിന്റെ പേരിൽ 100 കണക്കിന് കുടുംബകലഹം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിൽ നടക്കുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. ചരിത്രമൊക്കെ വിശദീകരിച്ച് പറയാൻ സമയമുണ്ടോ എന്നറിയില്ല, എന്നാലും പറയാം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പെണ്ണിന്റെ ഉമ്മമാര് ദുഷിച്ചു പോയാലുണ്ടാകുന്ന അദാബെന്തെന്നറിയോ? കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ ഉമ്മമാര് ക്ലാസ് കൊടുത്തു പറഞ്ഞു വിടുന്ന അദാബെന്തെന്നറിയോ? മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റജുലുൻ ഫീ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. റഹു ഇംറഅത്തുൻ യുഹിബ്ബുഹാ, അവനൊരു പെണ്ണുണ്ടായിരുന്നു, സുന്ദരിയാണ്, അവന് വല്ലാത്ത ഇഷ്ടമാണ്. വലഹു മുൻ അജൂസുൻ കബീറ, അവനൊരു ഉമ്മയുണ്ട്, പാവപ്പെട്ടവളാണ്, പ്രായം ചെന്നവളാണ്. അവന്റെ ഭാര്യക്കൊരുമ്മയുണ്ട്, ആ ഭാര്യയുടെ ഉമ്മ ഇംറഅത്തു സൂ,
മോശമായ സ്വഭാവമുള്ള ഉമ്മയാണ്, സൽസ്വഭാവിയല്ല, ഇബാദത്തില്ല, ദുർചിന്തയാണ്. ഭർത്താവിന്റെ ഉമ്മയെ നശിപ്പിക്കണം, ഭർത്താവിന്റെ കുടുംബത്തെ നശിപ്പിക്കണം, എന്നിട്ട് എന്റെ മകൾക്ക് മാത്രം വേണ്ടി ഭർത്താവ് ജീവിക്കണം എന്ന് ചിന്തയുള്ള ഉമ്മയാ. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഈ പെണ്ണിന്റെ ഉമ്മ എന്നും ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. പെണ്ണേ പെണ്ണേ, നിന്റെ ഭർത്താവിനെ വലയിൽ വീഴ്ത്തണം. ആ പെണ്ണ് പറഞ്ഞു, ഉമ്മ കഴിയുന്നില്ല. ഭർത്താവ് എപ്പോഴും ഉമ്മയോട് വല്ലാത്ത അടുപ്പമാണ്. അവസാനം ആ വിഷം കൂടി 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 ഉമർ ഖാദി പറഞ്ഞതുപോലെ തേളിന്റെ വിഷം പോലെ കുന്നുകൂടിയിട്ട് ഭർത്താവിന്റെ ഉമ്മയെ കൊല്ലാൻ ഭാര്യയോട് ഭാര്യയുടെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഭർത്താവിന്റെ ഉമ്മയെ കൊല്ലാൻ. തമാശയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് സീരിയലുകൾ പറയുന്നത്, സിനിമകൾ പറയുന്നത്, നോവലുകൾ പറയുന്നതൊക്കെ ഈ കഥകളാണ്. ഭാര്യയുടെ ഉമ്മ ഭർത്താവിന്റെ ഉമ്മയെ കൊല്ലാൻ ക്ലാസ് എടുക്കുന്ന കാലം. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ ബന്ധിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മയ്യത്തുകൾ അടുക്കി വെച്ചിരിക്കുന്ന വീടിന്റെ മുറ്റമായിട്ട് റബ്ബേ, ഞങ്ങളുടെ ഭവനങ്ങളെ നീ മാറ്റല്ലേ അല്ലാ. പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമാണ്, പിശാച് നേതൃത്വം കൊടുക്കുന്ന കുടുംബമായി മാറുന്നു. നാദാ കാക്കണേ അല്ലാ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭാര്യയുടെ ഉമ്മയുടെ വാക്ക് കേട്ട് ഭാര്യ ഭർത്താവിനോട് ഉമ്മയെ കൊല്ലാ പറയുമ്പോ ഭർത്താവ് പറയുന്നു, കൊല്ലില്ല, വേണമെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ ഉമ്മയെ ഞാൻ കൊണ്ട് കളയാം, നിനക്ക് വേണ്ടി എന്റെ ഉമ്മയെ ഞാൻ കൊണ്ട് കളയാം, നിനക്ക് വേണ്ടി എന്റെ ഉമ്മയെ ഞാൻ കൊണ്ട് കളയാം. പ്രിയപ്പെട്ട ഉമ്മയോട് സന്ധ്യ നേരത്ത് പൊന്നുമോൻ ഇറങ്ങാൻ പറയുകയാണ്. ഉമ്മ പറയുന്ന, മോനെ എവിടേക്കാണ്? നിന്റെ ഭാര്യയില്ലല്ലോ, നിന്റെ മക്കളില്ലല്ലോ, എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് എവിടെയാ പൊന്നുമോനെ പോകുന്നത്? പറയാം ഉമ്മ എന്ന് പറഞ്ഞുമ്മയെ കൊണ്ടുപോവുകയാണ്. വനാന്തരത്തിന്റെ ഉള്ളറയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുകയാണ്. സിംഹം വരുന്ന, കടുവ വരുന്ന, പുലി വരുന്ന രാത്രിയിൽ ആ ഉമ്മയെ കളഞ്ഞിട്ട് ആ പൊന്നുമോൻ ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിക്കുന്നു. ഒസാലി മാമ പറയുന്നു, ഉമ്മ വിളിക്കുന്നു, മോനെ ഉമ്മാക്ക് കാഴ്ച കുറവാണടാ, ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോയാൽ ഉമ്മച്ചി കാര്യമില്ലടാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിന്റെ അകത്തിരിക്കുമ്പോ ആ ശബ്ദം പോലും കേൾക്കാറ് ആ പൊന്നുമോനെ മുമ്പോട്ട് നടന്നു പോകുന്നു. വെള്ളമില്ല, പാനീയമില്ല, കുറ്റാങ്കുരുട്ടാണ്, കാഴ്ചയില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ വിചാരിച്ചത് പാതിരാത്രി തന്റെ ഉമ്മയെ സിംഹമോ കടുവയോ പുലിയോ വന്ന് കടിച്ചു കീറുമെന്നാണ്. സ്വാലിഹത്താര ഉമ്മയായിരുന്നു, ഈമാനുള്ള ഉമ്മയായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു, യാ അല്ലാഹ് ഉൻസുർനി യാ അല്ലാഹ്. അതിന്റെ ചുവട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു മലക്കിറങ്ങി വന്നവത്രേ. എന്നിട്ട് ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഒന്നിനും കൊള്ളരുതാത്തവളായതുകൊണ്ട് നിങ്ങളുടെ മകൻ നിങ്ങളെ കളഞ്ഞിട്ട് പോയതാണ്, അതുകൊണ്ടിതാ ഈ വനാന്തരത്തിന്റെ ഉള്ളറയിൽ അല്ലാഹു നിങ്ങൾക്ക് സിംഹത്തിനും കടുവയ്ക്കും പുലിക്കും പകരം ഇതാ ആടുമാട് ഒട്ടകങ്ങളെ തന്നിരിക്കുകയാണ്. മാ ആദിഹിൽ അസ്വാത്തുല്ലദി യസ്മഉ ഹൗലകി. ഉമ്മ, നിങ്ങളുടെ ചുറ്റും ഇപ്പൊ കേൾക്കുന്ന ശബ്ദം എന്തെന്ന് നിങ്ങൾക്കറിയോ? ഉമ്മ പറഞ്ഞു, അസ്വാത്ത് ഇബ്നിന് ഒട്ടകത്തിന്റെ ശബ്ദമാ, അസ്വാത്ത് ബക്കറിന് അതേ പശുവിന്റെ ശബ്ദമാണ്, അസ്വാത്ത് ഒനമിന് ആടിന്റെ ശബ്ദമാണ്. ആടും ഒട്ടകങ്ങളും ഒക്കെ ഉമ്മ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പേടിക്കേണ്ട ഉമ്മ. നിങ്ങൾ ഈമാനുള്ളവരായതുകൊണ്ട് മക്കൾ കളഞ്ഞാലും അല്ലാഹു ഉണ്ട് ഉമ്മ, നിങ്ങൾ ഒറ്റപ്പെടേണ്ട ഉമ്മ. ഈ വനാന്തരത്തിന്റെ അകത്തുളപ്പ് നിങ്ങൾക്ക് അല്ലാഹു ഉണ്ട് ഉമ്മ. ഗൗരവത്തിനപ്പുറം രസകരമാണ് ഈ ചരിത്രം, കൗതുകം കൂടിയുണ്ട് ഈ ചരിത്രത്തിൽ. ആ പൊന്നുമോനെ ഭാര്യ പറഞ്ഞു, ഒന്ന് ചെന്ന് നോക്കു മനുഷ്യ, രാവിലെ ഉമ്മയുടെ കയ്യും കാലും കഴുത്തും ഒക്കെ വേർപെട്ട് കിടക്കുന്നുണ്ടാവും, ചെന്ന് നോക്കുക. മകൻ ഓടി വന്ന് നോക്കുമ്പോ ഉമ്മയിരിക്കുന്നതിന്റെ 4 ഭാഗത്ത് ആടും മാടും ഒട്ടകങ്ങളും ഒക്കെ ഉണ്ട്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇതെവിടെന്നാണ്? ഉമ്മ പറഞ്ഞു, മോനെ, ഇന്നലെ രാത്രിയിൽ മുഖത്ത് പ്രകാശമുള്ള ഒരാൾ വന്നിട്ട് ഇത് മുഴുവനും എനിക്കാണെന്ന് പറഞ്ഞു ഉമ്മ. ഉമ്മ പറഞ്ഞു, എന്നാ മോനെ. ഉമ്മച്ചി പറഞ്ഞു, പിന്നെന്താ, ഇതൊക്കെ എനിക്കുള്ളതെന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു, എന്നാ ഉമ്മ നമുക്ക് വീട്ടിൽ പോവാം. കാരണം എന്താ, ഇത്രയും സ്വത്ത് കിട്ടൂലേ? അങ്ങനെ ഉമ്മച്ചി അവൻ തോളിലെടുത്തു. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ എടുത്തതോടുകൂടി തന്നെ വസാഖ മഅഹാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തതും കൂടി, അള്ളാഹ് കൊടുത്തതും കൂടി ആ പ്രിയപ്പെട്ട മോന് എടുത്തുകൊണ്ട് പോയി. നേരെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നു.
വളരെ രസകരമായ ഒരു സംഭവം നടക്കാൻ പോവാണ്. ഭാര്യയുടെ വീട്ടിന്റെ മുമ്പിൽ ചെന്നപ്പോ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഭാര്യ ചോദിച്ചു, അത്ര ഇതൊക്കെ എന്താണ്? അയാൾ പറഞ്ഞു, ഇത് വനാന്തരത്തിൽ എന്റെ ഉമ്മ ഇന്നലെ കൊണ്ടിരുത്തിയപ്പോ ഇന്ന് രാവിലെ പോയപ്പോ കിട്ടിയതാണ്. ആ പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ റിദാ ഹത്താ തദ്ഹബ ബി ഉമ്മി, നിങ്ങളെ ഈ വീട്ടിനകത്ത് ഞാൻ കേറ്റൂല. കേറ്റണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ ഇരുത്തിയ അതേ സ്ഥലത്ത് എന്റെ ഉമ്മയെയും കൊണ്ടുപോയി ഇരുത്തണം. നിങ്ങളുടെ ഉമ്മയെ ഇരുത്തിയ അതേ സ്ഥലത്ത് എന്റെ ഉമ്മയെ കൊണ്ടുപോയിരുത്തണം. ഭർത്താവ് പറഞ്ഞു, അത് വേണോ? നിർബന്ധമായും വേണം. സ്വത്തിനോടുള്ള ആർത്തിയാണ്. ദുഷിച്ചുപോയ ഉമ്മാക്ക് നല്ല ഉമ്മാക്ക് കിട്ടിയ അതേ അവസ്ഥ ഒരിക്കലും വരില്ല. ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് ഹദീസ് പറയാൻ പോകുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മയെ ഫന്തലഖ ബിഹാ ഫലമ്മാ അംസത്ത്, വനാന്തരത്തിന്റെ ഉള്ളറയിൽ കൊണ്ടാക്കിയിട്ട് ആ പൊന്നുമോൻ തിരിച്ചു വന്നു. രാത്രിയായപ്പോ ഉസിയതുഹ സിബാ, കടുവയും പുലിയും സിംഹവും ആ പ്രിയപ്പെട്ട ഉമ്മയെ ചുറ്റും കൂടുകയാണ്. ഫജാഅൽ മലഉൽ ലദീ ജാലി ഉമ്മിഹി, ഇന്നലത്തെ ഉമ്മയുടെ അടുത്ത് വന്ന അതേ മലക്ക് ഇന്ന് ഈ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഉമ്മ, നിങ്ങൾക്ക് പേടിയാകുന്നുണ്ടോ? ഉമ്മ പറഞ്ഞു, അരേ എനിക്ക് പേടിയാവുകയാ, എനിക്ക് ഭയമാവുകയാണ്. സിബാവ് വരികയാണ്, വന്യമൃഗം വരികയാണ്, കടുവ വരികയാണ്, സിംഹം വരികയാണ്. മലക്ക് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പേടിക്കുന്ന പോലെ തന്നെ നടക്കാൻ പോവുകയാണ്. നിങ്ങളെ കുടുംബത്തെ പൊളിച്ചവരാ, നിങ്ങൾ നിങ്ങളുടെ പൊന്നുമോളെ ജീവിതത്തിന്റെ സന്തോഷം മാത്രമേ ആലോചിച്ചുള്ളൂ. നിങ്ങളുടെ പൊന്നുമോളെ ഭർത്താവിന്റെ ഉമ്മയുടെ ബന്ധം നിങ്ങൾ പൊളിക്കാൻ നോക്കിയില്ലേ? ബന്ധങ്ങളെ നശിപ്പിച്ചില്ലേ? ബന്ധത്തെ നശിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ മലക്ക് പറയുന്നു, ഉമ്മ, നിങ്ങളുടെ അന്ത്യം ഈ വനാന്തരത്തിന്റെ ഉള്ളറയിലാണ്. വന്യജീവികൾ വന്ന് ആ ദുഷിച്ച മനസ്സുള്ള സ്ത്രീയെ വലിച്ചു കീറിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ മിൻ ദംബിൻ അഹ്റ അയ്യുഅജ്ജിലല്ലാഹു ലിസ്വാഹിബി അൽഖൂബത ഫിദ്ദുനിയാ മഅമാ യുദ്ഖറ ലഹു ഫിൽ ആഖിറ. ആരംഭ റസൂൽ പറയുന്നു, ദുനിയാവിലും ആഖിറത്തിലും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്നത് ആർക്കെന്നറിയോ? അത് കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്. ദുനിയാവിൽ പെട്ടെന്നാണ് ശിക്ഷ. പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരെ, അത് ഭാര്യയാകട്ടെ, നാത്തൂനാകട്ടെ, അമ്മായിയാകട്ടെ, ഉമ്മയാകട്ടെ, എളാപ്പയാകട്ടെ, എളാമയാകട്ടെ, അനുജനാകട്ടെ, അനുജത്തിയാകട്ടെ, മരുമകളാകട്ടെ, മരുമകനാകട്ടെ, ആരായിരുന്നാലും ഒരു കുടുംബത്തിന്റെ ബന്ധത്തെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരെ നിങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ കിട്ടുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അതിന് താമസമില്ല ചെറുപ്പക്കാരാ, അതിന് താമസമില്ല പെങ്ങളെ. ദുനിയാവിലും പെട്ടെന്ന് കിട്ടും, ആഖിറത്തിലും പെട്ടെന്ന് കിട്ടും. വളരെ വേഗം നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ കാക്കണയല്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ്, അല്ലാഹുവിന്റെ ശാപമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് മെനക്കെടുന്നത്? വാപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കൾ, അവരുടെ സഹോദരങ്ങൾ, എന്തിനേറെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാപ്പയുടെ കൂട്ടുകാരനോട് പോലും പിണങ്ങിയാൽ അത് കുടുംബ ബന്ധത്തിന് തകരാറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയുടെ കൂട്ടുകാരോട് പോലും പിണങ്ങാൻ പാടില്ലെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കത്ത് പോകാൻ നേരത്ത് ഒരു പ്രത്യേകമായ വാഹനവും ഒരു പ്രത്യേകമായ തലയിൽ കെട്ടും കൊണ്ടുപോകുമായിരുന്നു. ഒരിക്കലും ഒരു അറാബിയായ മനുഷ്യനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ അറാബിയായ മനുഷ്യന് എന്ത് ചെയ്തു? ഈ തലയിൽ കെട്ടും ഈ വാഹനവും കൊടുത്തു. കൂടെ വന്നയാൾ ചോദിച്ചു, എന്തേ? അദ്ദേഹം പറഞ്ഞു, അതെന്റെ വാപ്പയുടെ കൂട്ടുകാരനാണ്. ഞാൻ പരിഗണിച്ചില്ലെങ്കിൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് പോലും സങ്കടമുണ്ടാകും. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അബ്റിൽ ബിർരി സിലത്തുർ റജുലി അഹില വുദ്ദ അബീ ബഅദ യുവല്ലിയ. വാപ്പ മരിച്ചതിന് ശേഷം വാപ്പയുടെ കൂട്ടുകാരെയും നിങ്ങൾ പോയി കാണണമെന്നാണ്. ഗൾഫിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ വാപ്പയുടെ കൂട്ടുകാർ, പഴയ കാലത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, വാപ്പയുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ സുഖം തന്നെ എന്ന് ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ഒരു ചെറിയ സമ്മാനം, സുഖാണോ, എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കണം. അപ്പോൾ അയാൾ ആ വാപ്പയുടെ ബന്ധത്തെക്കുറിച്ച് ഓർക്കും. അതിൻ്റെ നന്മ നമ്മുടെ ഉപ്പയുടെ ഖബറിൻ്റെ അകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കും. ആരംഭ റസൂലിൻ്റെ ഒരു സദസ്സ് അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സമയം നമുക്ക് 12 മണിക്ക് മുമ്പ് ദ്വാരക്കണം. 12 മണിക്ക് മുമ്പ് ദ്വാരക്കണം. നമുക്ക് ന്യൂ ഇയർ ഒന്നുമില്ല, എങ്കിലും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഈ 12 മണി കഴിയുമ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങാണ്. നമുക്ക് മുഹറമാണ്, നമുക്ക് പിന്നെ മുഹറമാണ് എങ്കിൽ പോലും നമുക്ക് കുറച്ച് അസ്തഗ്ഫിറുല്ലാഹ് അലീയൊക്കെ ചൊല്ലി നമുക്കൊരു ചെറിയ ദ്വാരക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പ്രധാനപ്പെട്ട ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ്, മനോഹരമായ സദസ്സ്.
നബി തങ്ങൾ തലേ ദിവസം പരസ്യം ചെയ്തു, നാളെ പ്രത്യേക ക്ലാസ് ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട് ചില സ്ഥലത്ത്. ഇവിടെ സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും വെള്ളിയാഴ്ച ദിവസം രാവിലെ 3 മണിക്കൂർ ക്ലാസ് വെക്കുന്നു. തുടങ്ങിയില്ലേ? തുടങ്ങി. എത്ര വർഷമാണ് അതിന്റെ കോഴ്സ്? 2 വർഷം കഴിയുമ്പോൾ ഒരു ഡിഗ്രി കൂടി ആ മക്കൾക്ക് കൊടുക്കുന്നു. നാട്ടിലെ ദറസിന്റെ അതേ സംവിധാനം, പക്ഷേ ഇവിടെ ഉള്ള സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും. നാട്ടിലെ എല്ലാ ദിവസവും ക്ലാസ്, ഇവിടെ പിന്നെ വെള്ളിയാഴ്ച രാവിലെയുള്ള ഒരു 3 മണിക്കൂർ. എന്ത് രസമാണ്! അള്ളാഹു ഇൽമു പഠിക്കാൻ കിട്ടുന്ന വലിയൊരു സുവർണ അവസരം. എത്ര പദ്ധതികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ തീരുമാനിച്ചത്. എന്തിനേറെ വിദേശികളായി നമ്മുടെ കേരളത്തിലുള്ള ബംഗാളികളെ ഭയഭക്തിയുള്ളവരാക്കാനും സംസ്കാരമുള്ളവരാക്കാനും വേണ്ടിയിട്ട് ഒരു വിങ് പ്രവർത്തിക്കുന്നു നമ്മുടെ കേരളത്തിൽ. കാരണം അവര് ഒരുപാട് തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരെ അതിൽ നിന്നും മാറ്റാൻ. പിന്നെ മാത്രമല്ല 10 പള്ളികൾ തെക്കൻ കേരളത്തിൽ. സമസ്തയുടെ സമ്മേളനത്തോടുകൂടി തെക്കൻ കേരളം ഒരു വലിയ മാസ്മരികമായ സുഖത്തിലേക്ക് നീങ്ങും, ആത്മീയ സുഖത്തിലേക്ക്. ഉറപ്പാണ്. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ഒരാൾ പറഞ്ഞു, കൊല്ലം ജില്ലയിൽ 1.5 ഏക്കർ സ്ഥലം ഉസ്താദെ സമസ്തയ്ക്ക് ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞത് 1.5 ഏക്കർ സ്ഥലം. സമസ്തയുടെ ഉസ്താദ്മാരോട് പറഞ്ഞപ്പോൾ പറയാം, അതൊന്നും നോക്കാൻ നേരമില്ല വാക്കവെന്ന് പറയാം. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നേ കെട്ടി കോംപ്ലക്സ് ഒക്കെ തുടങ്ങി, ഷോപ്പിംഗ് മാളൊക്കെ തുടങ്ങി തകർത്തനെ. പക്ഷെ അതിന് സമയമില്ല അവിടെ. ആ പ്രിയപ്പെട്ട ഉസ്താദുമാര് പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് പോകും ഉസ്താദെ, കിട്ടിയാൽ നമുക്കൊരു വാഫിയോ ഉദവിയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാം അവിടെ. എത്രയോ കൊല്ലം ജില്ലയിലെ ഒരു കായലിന്റെ തീരത്ത് മനോഹരമായ സ്ഥലമൊക്കെ പോയി കണ്ടു. ഞാനുണ്ട്, ആലുവ മൊഹീദ്ദീൻ ഉസ്താദ് പോയി കണ്ടു, ഒക്കെ കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് സമസ്തയ്ക്ക് കിട്ടിയാൽ അത് വലിയ ഉപകാരപ്പെടും. പിന്നെ അവിടെ അതിനെ ഏറ്റെടുത്ത് നടത്താനുള്ള വലിയ കരുത്തരായ ഉസ്താദന്മാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് അള്ളാഹു തആല എന്തായാലും വിജയിപ്പിച്ച് തരട്ടെ. സംരംഭങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരട്ടെ. നമുക്ക് സ്ഥാപനങ്ങൾ വേണം, ഒരുപാട് സ്ഥാപനങ്ങൾ വേണം, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ വേണം. നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. മക്കളൊക്കെ നമ്മൾ അറിയാത്ത രീതിയിലാണ് വഴിതെറ്റിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ ഖുർആൻ ഓതലും ഉമ്മാക്ക് മുത്തം തരലും വാപ്പാക്ക് മുത്തം തരലൊക്കെയാണ്. പക്ഷെ സംഭവം അടിയിലൂടെ അടിയൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. വളരെ മോശമാണ്. അപ്പോൾ അതിനൊരു സംസ്കാരമുള്ളവരാക്കി മാറ്റണം. നല്ല രീതിയിലൂടെ എടുത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല വിജയിപ്പിച്ച് തരട്ടെ. അള്ളാഹു കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 10 പള്ളികൾ, അതിൽ 5 പള്ളികളെന്ന് പറഞ്ഞാൽ ഒരു പൈസ ആ നാട്ടുകാർക്ക് ചെലവില്ല, കൊടുക്കാണ്. SKSSFിൻ്റെ കരുത്തരായ പ്രവർത്തകരുടെ പരിശ്രമം. നിങ്ങൾക്കിനി ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് പള്ളിക്ക് പൈസ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു 1 ലക്ഷം രൂപ ഞാൻ പള്ളിക്ക് നിയത്ത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വെക്കുന്ന പള്ളിക്ക് തരാം, ഇല്ലെങ്കിൽ ഒരു 50,000 ഉണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിച്ചു. 5 പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ. പാലക്കാട് മേഖല എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത്, ഞാൻ നെന്മാറയൊക്കെ വാതിന് പോയിട്ടുണ്ട്, നെല്ലിയാമ്പതി ആ ഭാഗത്തൊക്കെ കുറെ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷെ പള്ളിയില്ലാത്ത സ്ഥലമുണ്ട്. അവിടെ പോയി വസ്തു വാങ്ങി പള്ളി വെച്ചു കൊടുക്കുന്നതോടുകൂടി ആ നാടിനൊരു മാറ്റം വരും. വലിയ മാറ്റമാണ് വരെ, ചെറിയ മാറ്റമൊന്നുമില്ല, വലിയ മാറ്റം വരും. ആ നാട്ടിലൊരു വലിയ ഉണർവ് വരും. ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ ശൈത്താനോടും, പിന്നെ മദ്രസയായി, പിന്നെ മക്കളായി. അവിടെ നല്ല സമ്പന്നരായ, ആത്മീയ സമ്പന്നരായ പണ്ഡിതന്മാരെ ശമ്പളം കൊടുത്ത് നിർത്തി ആ നാടിനെ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം. അത്ര ചെറിയ സംവിധാനമൊന്നുമല്ല, ഒരിക്കലും അത് ചെറിയ സംവിധാനമല്ല. നിങ്ങൾക്ക് ആവശ്യപ്പെടാം, നിങ്ങളുടെ നാട്ടിൽ ആ ഭാഗത്തൊന്നും പള്ളിയില്ല ഉസ്താദ്, അവിടെ ഭയങ്കര സങ്കടം, നിങ്ങൾക്ക് അപേക്ഷ എഴുതി കൊടുക്കാം. അടുത്ത പദ്ധതിയിൽ ചിലപ്പോൾ നിങ്ങളുണ്ടാവും. പള്ളികൾ വരണം, നാടുകൾ പള്ളികൾ കൊണ്ട് അലങ്കരിക്കണം. ഒരു പ്രതിസന്ധിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരു നാട്ടിൽ പോയി പെട്ടെന്ന് പള്ളി വെക്കാനൊന്നും പറ്റൂല. പഴയ സാഹചര്യമല്ല കേരളത്തിൽ. ഇതാകുമ്പോൾ SKSF ബന്ധപ്പെട്ട് സമസ്തയായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമാർ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിഹരിച്ചോളും, പ്രശ്നമില്ല, അതൊക്കെ റെഡിയാവും. പിന്നെ ഉസ്താദുമാരുടെ ദുആ ഉണ്ടാവും. അതൊരു പദ്ധതി. പിന്നെ അൽഹംദുലില്ലാഹ് ഈ ദറസി പദ്ധതി, അങ്ങനെ തുടങ്ങി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ. എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. കലണ്ടർ വാങ്ങാത്തവരുണ്ടോ? ഇത് കേവലം നിങ്ങളെ വീട്ടിൽ കലണ്ടർ ഉണ്ട്, റൂമിൽ കലണ്ടർ ഉണ്ട്. ഇതങ്ങനെ ഒരു കലണ്ടറിന് വേണ്ടി മാത്രമല്ല, ഇത് സമസ്തയുടെ ഈ ഒരു പൊരുത്തവും നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്വതക്കയുമാണ്. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് ഇപ്പോൾ കലണ്ടർ ഉണ്ട്, മൊബൈൽ നോക്കിയാൽ അറിയാന്നൊക്കെ പറയും. ഇത് അതിന് വേണ്ടിയിട്ടല്ല. ഇതിനേക്കാൾ നല്ല കലണ്ടറും ഭംഗിയുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. പക്ഷേ ഇത്ര ബറക്കത്തുള്ളത് ഉണ്ടാവില്ല. സമസ്താന്ന് എഴുതിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാ. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉസ്താദുമാര്, കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഒക്കെ കഷ്ടപ്പെട്ടതും ത്യാഗം ചെയ്തതും പൊട്ടിക്കരഞ്ഞതും. അവരുടെ ഒരു ഗുരുത്വം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അള്ളാഹു തആല സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ വാതിലിന്റെ ഭാഗത്ത് പ്രിയപ്പെട്ട വാളണ്ടിയേഴ്സുകൾ ആ കലണ്ടറുമായി നിൽക്കണം. നിങ്ങൾ ക്യൂ ആയി ഇൻഷാ അല്ലാഹ് അത് വാങ്ങണം. 10ഉം 15ഉം ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ആരംഭ റസൂൽ പരസ്യം ചെയ്തു, നല്ല ഒരു ദർസ് നാളെ ഉണ്ടാവും, എല്ലാവരും നേരത്തെ വരിക.
സഹാബികൾ കുളിച്ചൊരുങ്ങി. കാരണം പറയുന്നതാരാ മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമീ മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമീ. ആരാണ് ക്ലാസ് എടുക്കുന്നത്? മദീന മുനവ്വറയുടെ നായകന്റെ പഠന ക്ലാസ്സാണ്. സഹാബികളൊക്കെ സന്തോഷത്തോടെ ഓടി വരികയാണ്, കുളിച്ചൊരുങ്ങി വെള്ളവസ്ത്രം ധരിച്ച ആവേശത്തോട്. ആരംഭ റസൂലിന്റെ മുമ്പ് വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രത്യേക സദസ്സുണ്ടെന്ന് പറഞ്ഞു, പ്രത്യേക ദുആ ഉണ്ടെന്ന് പറഞ്ഞു ആവേശത്തോടെ വന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു. ലാ യുജാലിസുനാ ഖാത്തിഉ റഹിമി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ വാക്ക്. വഅദ് തുടങ്ങുന്നതിനും ക്ലാസും ദുആയും തുടങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കുടുംബത്തിൽ പിണങ്ങിക്കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ സദസ്സിൽ ഇരിക്കരുത്. നല്ല കമീസൊക്കെ ധരിച്ച് അത്തുറു പുരട്ടി റസൂലുള്ളാഹിയുടെ അടുത്തിരുന്ന് ഇൽമ കേൾക്കാമെന്ന സഹോദരൻ എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ കുടുംബത്തിൽ ഉമ്മയുടെ ബന്ധുക്കളുമായി പിണക്കത്തിലാണ്. നബിതങ്ങൾ പറഞ്ഞു, പുറത്തിറങ്ങുക. കണ്ണീരോടെ മജ്‌ലിസിൽ നിന്ന് പുറത്തിറങ്ങി കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ ഓടുകയാണ്. സഹാബികൾ ക്ലാസ്സിന് വരുന്നവർ ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? എന്നെ റസൂലുള്ളാഹി ഇറക്കി വിട്ടു. സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് മുത്ത് റസൂലിന്റെ മജ്‌ലിസ്. ഇൽമിന്റെ സരസല്ലേ, സ്വർഗീയ പൂങ്കാവനമല്ലേ? അല്ലാഹുവേ, ദുബായിൽ എത്ര ആഘോഷം നടക്കുന്നു അല്ലാ, അബൂദാബിയുടെ ചുറ്റുവട്ടങ്ങളിൽ എത്ര പ്രോഗ്രാമുകൾ നടക്കുന്നു അല്ലാ. ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാം കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് രാത്രി വരുന്ന സമയം വഴിയിൽ ഗാനമേള നടക്കുകയാണ്. എത്രയോ ചെറുപ്പക്കാരുണ്ട് പടച്ചവനെ. വിദേശ രാജ്യങ്ങളിലും അങ്ങനെയാണ് തമ്പുരാന്. അബൂദാബിയിലെ സഹോദരങ്ങൾക്ക് ഈമാനിന്റെ ഒരു പരീക്ഷണമാണ് ഇന്നത്തെ ദിവസം. ആരാണ് പ്രോഗ്രാമിന് വരുന്നത്? ആരാണ് കളിതമാശയ്ക്ക് പോകുന്നത്? ആരാണ് കൈകൊട്ടുകളി കാണാൻ പോകുന്നത്? ആരാണ് അടിഞ്ഞാട്ടം കാണാൻ പോകുന്നത്? ആരാണ് സ്വർഗീയ വിരുന്നൊരുക്കിയിട്ട് അവിടെ വരുന്നത്? ഇത് നിങ്ങളുടെ പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ, പരീക്ഷണമാണ്. ഞാൻ പലപ്പോഴും ഇന്ന് വിളിച്ചപ്പോ സാബിർ സാഹിബിനോട് ചോദിച്ചതാണ്, ആരെങ്കിലും വരുവോ? ഡിസംബർ 31 അല്ലാഹുവേ. ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, അല്ലാഹുവിനെ പേടിയുള്ളവര് വരും, ദീനിന്റെ ഇൽമ ഇഷ്ടപ്പെടുന്നവര് വരും, ഉസ്താദുമാരുടെ ഗുരുത്വമുള്ളവര് വരും. എങ്കിലും കുറച്ചാളുകളെ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാഹുവേ, ആഘോഷങ്ങളെ ആഭാസങ്ങളെ മാറ്റിവെച്ചിട്ട് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം. എന്റെ ഉമ്മാക്ക് ദുആ കിട്ടുന്ന, എന്റെ വാപ്പാക്ക് ദുആ കിട്ടുന്ന, എന്റെ മക്കൾക്ക് ദുആ കിട്ടുന്ന, എന്റെ വിദേശ രാജ്യമാകുന്ന ഇവിടത്തെ ബിസിനസ്സിൽ പുരോഗതി കിട്ടുന്ന, എന്റെ സമ്പത്ത് അധികരിക്കുന്ന, എന്റെ മനസ്സിന് റാഹത്ത് കിട്ടുന്ന, കരഞ്ഞുകൊണ്ട് ദുആ അടക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് എന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞ് ഓടിയെത്തിയ ഈ പ്രിയപ്പെട്ടവരെ അല്ലാഹ് ഖബറിനകത്ത് കരയിപ്പിക്കല്ല റബ്ബേ, പരലോകത്ത് കരയിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ അപകടത്തിൽ മരിപ്പിക്കല്ലേ അല്ലാഹ്. പൊന്നുമോനെ കാണാതെ കാഞ്ഞങ്ങാട് ബേക്കലിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരന്റെ മയ്യത്ത് നാട്ടിലെത്തുമ്പോ നാളത്തെ അവസ്ഥ എന്തെന്നറിയില്ല. അതുപോലൊരവസ്ഥ പടച്ചവന് ഈ വന്നിരിക്കുന്നവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. അവരാഘോഷത്തിന്റെ പേരിൽ നിന്നെ മറന്നവരല്ല അല്ലാഹ്, നിന്റെ ദീൻ മറന്നവരല്ല അല്ലാഹ്. ഈ പെങ്ങന്മാരും നിന്നെ മറന്നിട്ടില്ല അല്ലാഹ്. അവരെ ഭർത്താക്കന്മാരെയും മക്കളെയും കൊണ്ട് വന്നിരിക്കാൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അവരെ സഹായിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇല്ല, എന്നെ നബി തങ്ങൾ ഇറക്കി വിട്ടു, എന്നെ റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്, അല്ലാഹുവിന് എന്നോട് വെറുപ്പാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി പിണങ്ങിക്കഴിയുന്നവിടെ വീടിന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ, നിങ്ങളോട് മിണ്ടാത്തത് കൊണ്ട്, നിങ്ങളോട് സഹകരിക്കാത്തത് കൊണ്ട്, നിങ്ങളോട് 2 ദിവസം കൊണ്ട് പിണങ്ങി കഴിയുന്നത് കൊണ്ട് എന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുറ്റത്തുനിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. മദീനയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ജീവിതമാ, നബിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ബന്ധുക്കളാ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പിണക്കമില്ല എന്ന് സലാം പറഞ്ഞിട്ട് തിരിച്ച് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാ.
പിണങ്ങുകയാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ എന്റെ പിണക്ക ഞാൻ തീർത്തു നബിയേ, എന്റെ പിണക്ക ഞാൻ തീർത്തു നബിയേ. ആരംഭ റസൂല് പറഞ്ഞു, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമി വഫീഹിം ഖാതിഉ റഹം. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അവരിയ്ക്കുന്ന സറസിൽ പോലും റഹ്മത്തില്ല, അവർ നടക്കുന്ന വഴിയിൽ പോലും റഹ്മത്തില്ല, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ബറക്കത്തില്ല. അതുകൊണ്ട് ഇസ്ലാമിസത്തിൽ വന്നിരിക്കുന്നവരെ, നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ്റുമെങ്കിലും നാളെ രാവിലെ ആണെങ്കിൽ നാളെ ഫോണിലൂടെയെങ്കിലും ആ ബന്ധം ചേർക്കാതെ എനിക്ക് അല്ലാന്റെ പൊരുത്തമില്ല. പടച്ചവനെ കാക്കണയല്ല. അഹങ്കരിക്കാൻ നമ്മൾ ആരാണ്? പിണങ്ങിക്കടിയാൻ നമ്മൾ ആരാണ്? അസൂയ വെക്കാൻ നമ്മൾ ആരാണ്? ഗർവ് നടിക്കാൻ നമ്മൾ ആരാണ്? അഹംഭാവം കാണിക്കാൻ നമ്മൾ ആരാണ്? നമ്മൾ പാവപ്പെട്ടവരല്ലേ, ചണ്ടികളല്ലേ, ഒന്നിനും കഴിവില്ലാത്തവരല്ലേ, ഒന്നിനും കഴിവില്ലാത്തവരല്ലേ. എന്റെ ഫേസ്ബുക്ക് സ്പെഷ്യൽ പേജ് ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ അവസാനമായിട്ട് അതിന്റെ അകത്ത് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഫോട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ആ രീതികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ പൊരുത്തം നേടി, അള്ളാഹുവിന്റെ തൃപ്തി നേടി പൊരുത്തമുള്ളവർ വരട്ടെ എന്ന പ്രതീക്ഷയിലാണ്. അതിൽ അവസാനം വന്ന ഒരു ഫോട്ടോ എന്റെ മനസ്സിന്റെ അകത്തിരുന്ന് മാറുന്നില്ല. സഹോദരാ, നിങ്ങളും കൂടി ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അജ്സർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു പൊന്നുമോൻ വാപ്പയുടെ വാഹനത്തിന്റെ മുമ്പിൽ കാർ ഷെഡിൽ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ഫോട്ടോ. നല്ല കവിളുള്ള, നല്ല ഭംഗിയുള്ള, നല്ല മുഖകാന്തിയുള്ള, മുടിയുള്ള, മുഖമുള്ള, സൗന്ദര്യമുള്ള, സുന്ദരനായ 11 വയസ്സുള്ള പൊന്നുമോൻ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഫോട്ടോ. അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഉസ്താദിനോട് പറയണം, നിങ്ങൾ ദ്വാരക്കാൻ പറയണം, ഞാനിപ്പോ RCCയിലാണ്, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാനല്ലാതെ ആരുമില്ല, ദ്വാരക്കണം, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ അല്ലാഹുവേ. ഇന്നലെ കോഴിക്കോട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മോനെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദേ RCC എന്ന് വിട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അസുഖം മാറിക്കാണും. ഇല്ല ഉസ്താദേ, ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ചെറിയ ഒരു ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങി കഴിക്കുന്നു. അല്ലാഹുവേ, അതുപോലുള്ള അവസ്ഥയിൽ വന്നിരിക്കുന്ന പാവപ്പെട്ടവര് ഉറുമ്പ് കൂടുകൂട്ടുന്ന പോലെ കിട്ടുന്നത് കൂട്ടിവെച്ചിട്ട് കിടം തീർക്കാൻ കച്ചവടം നടപ്പാൻ കഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ ഒരവസ്ഥ നീ കൊടുക്കരുത് അല്ലാ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ആ പൊന്നുമോന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. എത്ര അപകടങ്ങൾ, എത്ര ക്യാൻസർ രോഗങ്ങൾ, അന്ന് സഹിക്കാൻ പറ്റൂല. അന്ന് ഗ്ലാമർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മോനെ കാണാൻ പറ്റൂല. അള്ളാഹുവെ, ചുള്ളിക്കമ്പ് പോലെ ഉണങ്ങി കരിഞ്ഞു പോയ ശരീരവാ. എന്ത് രസമാണ് കുഞ്ഞുമക്കളൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിൽ കാണാൻ. സുഖമില്ലാതായവർ കടന്നുപോയാൽ സഹിക്കാൻ പറ്റൂല. അള്ളാഹു കാക്കട്ടെ. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബവുമാണ്. അതെന്നും ചേർന്നിരിക്കണം. ഒരിക്കലും പിണങ്ങരുത്. നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടപ്പുറപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് പറയുന്നു, നമ്മുടെ ഈ സംഘാടകർ ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തന്ന കലണ്ടർ നിർബന്ധമായി ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ വാങ്ങണം. നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യം വെച്ചിലൂടെ അതിനുവേണ്ടി വലിയ പിരിവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. 5 പള്ളികൾ കൂടി ഇനി വെക്കണം. 5 പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അതിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സംഘാടകരുമായി ബന്ധപ്പെട്ട് ഞാനും എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുക്കണം. ഒരുപാട് സുഹൃത്തുക്കൾ പലവിധ ദുആ ലിസ്റ്റുകൾ, വസിയത്തുകൾ എഴുതി തന്നു. എല്ലാം വായിക്കാൻ കഴിയില്ല. എൻ്റെ ഒരു പ്രിയ സഹോദരൻ താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കുറേ വിഷമങ്ങൾ എഴുതി തന്നു. പിന്നെ വളരെ സങ്കടത്തോടുകൂടി എഴുതുന്ന, വിവാഹം കഴിഞ്ഞ് 14 വർഷം